Hi everyone, welcome to my channel. This is Harsha from Taiki English Academy. Today let's discuss the second part of the poetry Raven by Edgar Allan Poe. If you're watching this video first, I have uploaded the first part of the Raven. In the first part we have already discussed about the author, the introductory part, structure, form of the poetry and also the first 5 stanzas we have explained. സോ ഫസ്റ്റ് പാർട്ട് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒപ്പം മേലെ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും മതി. ആൻഡ് ഓൾസോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാനിടുന്ന ക്ലാസ്സുകളൊക്കെ കറക്റ്റ് ടൈമിൽ നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. മാത്രമല്ല HSST ഇംഗ്ലീഷിനായി ടാക്ക് ഇംഗ്ലീഷ് അക്കാഡമി എന്ന ഞങ്ങളുടെ ഓൺലൈൻ സ്ഥാപനത്തിൽ HSST ഇംഗ്ലീഷ് സ്റ്റാർ ക്യാമ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 1 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3,999 കംപ്ലീറ്റ് കോഴ്സസ് വിത്ത് PDF നോട്ട്സ് മറ്റെല്ലാ സൗകര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ആ ഒരു കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നോട്ട്സും MCQs മാത്രമായിട്ടും MCQs മാത്രമായിട്ടും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും പർച്ചേസ് ചെയ്യാനുള്ള അവസരം ടാക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിൽ വളരെ കുറഞ്ഞ ഫീസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കും ഒരു രീതിയിലും കോച്ചിങ് എടുക്കാൻ കഴിയാത്തവർ, പഠിക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്കൊക്കെ ആയിട്ട് ഒരു ഫ്രീ കോച്ചിങ് ടാക്ക് ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിൽ സോളോ യോധ ബാച്ച് എന്നൊരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചിട്ടയായി പഠിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും, എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്സ് ചാർട്ട് ചെയ്ത് തരികയും ഒപ്പം അടുത്ത ദിവസം അതിൻ്റെ MCQ പോൾ ടെസ്റ്റുകൾ നടത്തുകയും മറ്റ് എല്ലാ ഗൈഡൻസും തരാനായിട്ട് നിങ്ങൾക്ക് 2 മെൻറ്റേഴ്സ് ഉണ്ടാകും. സോ ടാക്ക് ഇംഗ്ലീഷ് അക്കാഡമിയുടെ സോളോ യോധ ബാച്ച് എന്ന ഫ്രീ കോച്ചിങ്ങിൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇട്ടേക്കാം. മറക്കാതെ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നൗ ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. Stanza 6. So in the first few stanzas നമ്മൾ stanza 5 വരെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഒരു ലവർ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയായ ലെനോറിനെ നഷ്ടപ്പെട്ട വേദനയിൽ അത് മറക്കാനായി ഒരു മിഡ് നൈറ്റിൽ ഉറക്കമില്ലാതെ പഴയ പൊടി പിടിച്ച പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് നേരം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ അയാളുടെ മനസ്സിൽ നിന്നും ആ ഒരു ഗ്രീഫ് പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും ഒക്കെ ലമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രീഫിൽ മുങ്ങി നിന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ചേംബർ ഡോറിൽ ഒരു ടാപ്പിംഗ് സൗണ്ട് കേൾക്കുന്നു. അത് കുറച്ച് നേരം അദ്ദേഹം ലിസൺ ചെയ്യുന്നു. ബട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ആരാണ്? ഡാർക്ക്നെസ് മാത്രമാണ്, വേറെ ആരുമില്ല അല്ലേ? സോ ഹിയർ ഇൻ ദിസ് ലൈൻ ദ സ്പീക്കർ ഗോസ് ബാക്ക് ഇൻ ടു ഹിസ് റൂം. അദ്ദേഹം വാതിൽ തുറന്നു നോക്കി. ആങ്സൈറ്റിയും ഫിയർഫുൾ ആയിട്ടുള്ള ഈ ഇരുട്ട് നിറഞ്ഞ ആ ഒരു ഭീതി പരത്തുന്ന ഒരു സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ആരെയും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. സോ ദ സ്പീക്കർ ഗോസ് ബാക്ക് ടു ഹിസ് റൂം. അദ്ദേഹം വാതിലടച്ച് റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. ആൻഡ് ഹിസ് സോൾ ഇസ് ബേണിംഗ് വിത്ത് ഇൻറ്റൻസ് ഇമോഷൻ. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ കത്തിക്കരിയുന്നത് പോലെ ആള് കത്തുകയാണ്. കാരണം എന്താണ്? ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻ ലൈക്ക് ഫിയർ, ക്യൂരിയോസിറ്റി, ആങ്സൈറ്റി, അങ്ങനെ പേടിപ്പെടുത്തുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് അദ്ദേഹത്തിൻ്റെ സോളിനെ ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഹീ ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ദ സ്ട്രേഞ്ച് സൗണ്ട് ആൻഡ് ഹി ഫീൽസ് റെസ്റ്റ്ലെസ്. സി, ഇവിടെ ഇൻറ്റേർണൽ റൈം നമുക്ക് കാണാൻ പറ്റും അല്ലേ? ടേണിങ്, ബേണിങ്, ഇൻറ്റേർണൽ റൈം ഉണ്ട്. അതുപോലെ മെറ്റഫർ ഉണ്ട്. മെറ്റഫർ മീൻസ് എന്താണ്? സോൾ വിതിൻ മീ ബേണിംഗ്. ഇവിടെ സോളിനെ, ആ ഒരു ഇൻറ്റൻസ് ഇമോഷനെ, ദാറ്റ് ഈസ് കമ്പയർഡ് ടു എ ഫയർ. സോ ഹിയർ ദർ ഈസ് എ ഡയറക്റ്റ് comparison between the intense emotion to that of the fire. Okay, now next line. Soon again I heard a tapping somewhat louder than before. Again he hears the knocking sound. നേരത്തെ കേട്ടതിനേക്കാൾ ലൗഡർ സൗണ്ടാണ് കേൾക്കുന്നത് എന്ന് പറയുന്നു. ഹിയർ ദ റിപ്പീറ്റഡ് സൗണ്ട് ഇൻക്രീസസ് ദ സസ്പെൻസ് ആൻഡ് ഫിയർ. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വേവലാതി കൂട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സജസ്റ്റ് ദാറ്റ് സംതിങ് ഔട്ട്സൈഡ് വൺസ് അറ്റൻഷൻ. ആരോ പുറത്തുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്ന് പുറത്തുണ്ട്, അതിനൊരു അറ്റൻഷൻ കിട്ടേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അവിടെ ഒരു ലൈനിൽ നോക്കൂ, റെപ്പറ്റീഷൻ ഉണ്ട്. ദ ഐഡിയ ഓഫ് ടാപ്പിംഗ്. മുമ്പുള്ള സ്റ്റാൻസാസുകളിൽ കാണുന്ന ടാപ്പിംഗ് എന്ന് പറയുന്ന സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു വേർഡ് ഇവിടെ നമുക്ക് വീണ്ടും കാണുന്നുണ്ട്. സോ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസോട്, അതുപോലെ ഓഡിറ്ററി ഇമേജറി അല്ലേ? നമുക്ക് കേൾക്കാൻ ടാപ്പിംഗ് സൗണ്ട്, ആ വാതിൽ നോക്ക് ചെയ്യുന്ന സൗണ്ട്, വി കുഡ് ഇമാജിൻ ദാറ്റ്. ഓഡിറ്ററി ഇമേജറി ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. ഷോർലി said I, surely there is something at my window lattice. Here the speaker tries to convince himself that the sound is coming from the window. ഈ ലാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കിളിവാതിലില്ലേ, അതായത് ജനൽ പോലെ തോന്നിപ്പിക്കുന്ന, എന്നാൽ ഡോറിൻ്റെ അത്രയും കുറച്ച് വലിപ്പമുള്ള, അതായത് വെസ്റ്റേൺ കൺട്രീസിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് കിളിവാതിലാണ്. അതിനെയാണ് വിൻഡോ ലാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ഭംഗിയുള്ള കിളിവാതിൽ. സോ ദ സ്പീക്കർ ഹിയർ അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലെയിൻ ദ മിസ്റ്റീരിയസ് നോയ്സ് ലോജിക്കലി ആൻഡ് ഹി ഈസ് ട്രൈങ് ടു കാം ഹിസ് ഫിയർ. മനസ്സിൻ്റെ ഉള്ളിലുള്ള ടെൻഷനെയൊക്കെ സ്വയം ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ഷ്യൂർലി, തീർച്ചയായിട്ടും, സെഡ് ഐ, ഈ പറയാണ്, അതായത് സ്പീക്കർ പറയാണ്, ഞാൻ സ്വയം പറയുന്നു, ഷ്യൂർലി ദർ ഇസ് സംതിങ് അറ്റ് മൈ വിൻഡോ ലാറ്റസ്. അതായത് ആരോ ഉണ്ട്, അതായത് നേരത്തെ ഞാൻ തുറന്നു നോക്കി ആരും കണ്ടില്ല, ബട്ട് ഷ്യൂർ
എനിക്ക് ഉറപ്പുണ്ട് ആരും അവിടെയുണ്ട്. അവിടെ ഷോർലി ഷോർലി എന്നുള്ള വേർഡ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് അദ്ദേഹത്തിൻ്റെ നെർവസ്നെസ്സിനെയാണ് കാണിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ റെപ്പറ്റീഷൻ. പോയറ്റിക് ഡിവൈസ് റെപ്പറ്റീഷൻ. വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് ദർ ഈസ് എ സിംബോളിസം. ഈ വിൻഡോ ലാറ്റസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ നോൺ വേൾഡ് ആൻഡ് ദ മിസ്റ്റീരിയസ് ഔട്ട്സൈഡ് വേൾഡ്. ഓക്കെ, അത് ഈ ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കറിൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അയാളുടെ ലോകമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രീഫ്, ലെനോറിനെ കുറിച്ചുള്ള ഓർമ്മകൾ അടങ്ങിയിട്ടുള്ള റിയൽ വേൾഡാണ്. ബട്ട് ആ വിൻഡോൻ്റെ അപ്പുറത്തുള്ളത് സംതിങ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എക്സ്റ്റേണൽ വേൾഡാണ്. ഓക്കെ, next line, let me see then what thereat is. At this mystery explore, he decides to look at the window. ഓക്കെ, എന്താണെങ്കിലും വേണ്ടില്ല, ഒന്നുകൂടെ തുറന്നു നോക്കാം. ആൻഡ് ഹി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് കോസിങ് ദ സ്ട്രെയിൻ സൗണ്ട് ദെയർ. എന്താ അവിടെ ശബ്ദം ഒന്ന് അറിയണമല്ലോ അല്ലേ? അപ്പോൾ ആ ക്യൂരിയോസിറ്റി ഇവിടെ ബിഗിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയറിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ക്യൂരിയോസിറ്റിയാണ് അദ്ദേഹം. അഗെയിൻ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം എന്നൊക്കെ പറയില്ലേ? ഹി വാണ്ട്സ് ടു ഡിസ്കവർ ദ ട്രൂത്ത് ബിഹൈൻഡ് ദ മിസ്റ്റീരിയസ് ടാപ്പിംഗ് സൗണ്ട്. അവിടെ ആ മിസ്റ്ററി എക്സ്പ്ലോർ എന്നുള്ള വേർഡിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. മിസ്റ്ററി മീൻസ് ദാറ്റ് ഇൻക്രീസസ് ദ ടെൻഷൻ. ഓക്കെ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള സൗണ്ട് കേൾക്കുമ്പോൾ ഈ സ്പീക്കറിൻ്റെ ഉള്ളിലുള്ള ആദി ഫിയർ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. Next line, let my heart be still a moment and this mystery explore. The speaker asks himself to calm down for a moment. റിലാക്സ് ചെയ്യൂ. ഓക്കെ, ബിഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്ന് അറിയുന്നതിന് മുൻപ് ഒന്ന് റിലാക്സ് ചെയ്യാൻ അയാളോട് തന്നെ ആവശ്യപ്പെടുകയാണ്. ലെറ്റ് മൈ ഹാർട്ട് ബി സ്റ്റിൽ. ഒരു നിമിഷത്തേക്ക് എൻ്റെ ഹാർട്ടിനെ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ആൻഡ് ദിസ് മിസ്റ്റീരിയസ് എക്സ്പ്ലോർ മീൻസ് എന്താണ്? ആ സൗണ്ട് എന്താണെന്ന് കണ്ടെത്താൻ പോകുന്നതിന് മുൻപ് എൻ്റെ ഹൃദയം ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ. അഗെയിൻ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ് കൂടുകയാണ് അല്ലേ? അത് കാണിക്കുന്നത് എന്താണ്? ദാറ്റ് റിവീൽസ് ഹിസ് ഫിയർ ആൻഡ് നെർവസ്നെസ് ആൻഡ് ഹി ട്രൈസ് ടു സ്റ്റഡി ഹിസ് ഇമോഷൻ ആൻഡ് റിലാക്സ് ഹിസ് ഹാർട്ട്. സി എക്സ്പ്ലോർ, മിസ്റ്ററി എക്സ്പ്ലോർ എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നേരത്തെ ലൈനിലും ഇപ്പോഴത്തെ ലൈനിലും മിസ്റ്ററി എക്സ്പ്ലോർ ആ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു പേഴ്സോണിഫിക്കേഷൻ നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഹിയർ ദ സ്പീക്കർ ടോക്സ് ടു ഹിസ് ഹാർട്ട് ആസ് ഇഫ് ഇറ്റ് ക്യാൻ ഒബേ ഹിം അല്ലേ? അനുസരണ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു ഹൃദയമാണ്. ലെറ്റ് മൈ ഹാർട്ട് ബി സ്റ്റിൽ. നീ ഒന്ന് സ്റ്റില്ലായിരിക്കൂ എന്ന് പറയുമ്പോൾ അതനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ അനുസരണാശീലമുള്ള ഒരു ഹ്യൂമൻ ക്വാളിറ്റി ഉള്ള ഹാർട്ടായിട്ടാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഹാർട്ടിനെ അദ്ദേഹം എഴുതി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പേഴ്സോണിഫിക്കേഷൻ പറയാൻ പറ്റും. ലാസ്റ്റ് ലൈൻ, ടിസ് ദ വിൻഡ് ആൻഡ് നത്തിങ് മോർ. ഹി ഫൈനലി കൺവിൻസസ് ഹിംസെൽഫ് ദാറ്റ് ദ സൗണ്ട് ഇസ് ഓൺലി ദ വിൻഡ്. ഓക്കെ, വേറെ ഒരു സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊന്നുമല്ല, അത് കാറ്റായിരിക്കും എന്ന് സ്വയം അഷ്യൂർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ദിസ് ഈസ് ആൻ അറ്റംപ്റ്റ് അറ്റ് സെൽഫ് റീഅഷ്യൂറൻസ്. ദ റീഡർ സെൻസസ് ദാറ്റ് സംതിങ് മോർ മിസ്റ്റീരിയസ് ഈസ് അബൌട്ട് ഹാപ്പൻ. നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ അവിടെ മിസ്റ്റീരിയസ് ആയിട്ടുണ്ട്. ബട്ട് ദ സ്പീക്കർ ഈസ് കൺവിൻസിങ് ഹിംസെൽഫ്, ഒന്നുമില്ല. ആൻഡ് ദ റെഫ്രെയിൻ ഇവിടെ ഉപയോഗിച്ചത് എന്താണ്? അതായത് മുൻപുള്ള സ്റ്റാൻസാസിലൊക്കെ നമുക്ക് ഈ നത്തിങ് മോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് റെഫ്രെയിൻ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഫ്രേസസ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ റെഫ്രെയിൻ ഇവിടെയുണ്ട്. ആൻഡ് ഐറണി ഈസ് ഹിയർ. ഐറണി അതായത് ഹി തിങ്സ് ഇറ്റ് ഈസ് ഓൺലി വിൻഡ് ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് റേവൻ ദാറ്റ് അപ്പിയേഴ്സ് ദെയർ. ഓക്കെ, എന്തോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ട്. ബട്ട് ഹി അക്കോർഡിംഗ് ടു ഹിം ഇറ്റ് ഈസ് വിൻഡ്. 7th stanza. Open here I flung the shutter, when with many a flirt and flutter, in there stepped a stately raven of the saintly days of yore. Not the least obeisance made he, not a minute stopped or stayed he, but with mien of lord or lady, perched above my chamber door, perched upon a bust of Pallas, just above my chamber door, perched and sat and nothing more. See the first line, open here I flung the shutter, when with many a flirt and flutter. Here the speaker suddenly throws open the window shutter. Okay, window shutter ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. ഫ്ലങ് അല്ലേ? ഒറ്റ തുറക്കൽ അങ്ങ് തുറക്കുകയാണ്. ആൻഡ് ഇമീഡിയറ്റ്ലി വിത്ത് ഫ്ലാപ്പിംഗ് വിങ്സ് ആൻഡ് മൂവ്മെൻറ്റ് സംതിങ് ഫ്ലൈസ് ഇൻസൈഡ്. പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് വരികയാണ്. എന്തോ ഒന്ന് പാറി ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്താണ് വരുന്നത്. ഹിയർ ദ സഡൻ ആക്ഷൻ ഷോസ് ഹിസ് ഇംപേഷ്യൻസ് ആൻഡ് ക്യൂരിയോസിറ്റി. എത്രത്തോളം ക്യൂരിയസ് ആയിട്ടാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. ആൻഡ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ വിങ്സ് ദാറ്റ് ക്രിയേറ്റഡ് എ ഡ്രമാറ്റിക് ആൻഡ് മിസ്റ്റീരിയസ് എൻട്രൻസ്. വല്ലാത്തൊരു എൻട്രൻസ് ആണ് അല്ലേ? പെട്ടെന്ന് പറന്ന് എന്തോ ചിറകടിച്ചിങ്ങനെ അകത്തേക്ക് വരുന്നു. ഹിയർ അലിട്രേഷൻ നമുക്ക് കാണാൻ പറ്റും. ഫ്ലങ്, ഫ്ലേർട്ട്, ഫ്ലട്ടർ, ഫസ്റ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓണമെറ്റോപോയ നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്ലട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇമിറ്റേറ്റ്സ് ദ സൗണ്ട് ഓഫ് ദ വിങ്സ് അല്ലേ? ആ ചിറകടിക്കുന്ന ശബ്ദം നമുക്കിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് കേൾക്കാം അല്ലേ? നെക്സ്റ്റ് ലൈൻ, ഇൻ ദെയർ സ്റ്റെപ്ഡ് എ സ്റ്റേറ്റ്ലി റേവൻ ഓഫ് ദ സെയിൻറ്റ്ലി ഡേയ്സ് ഓഫ് യോർ. ഇവിടെയാണ് നമ്മൾക്ക് ആ സൗണ്ടിൻ്റെ അതായത് ടാപ്പിംഗ് സൗണ്ട് എവിടെ നിന്നാണ് കേൾക്കുന്നത് അതിൻ്റെ സോഴ്സ് നമുക്കിവിടെ വ്യക്തമാക്കി തരാണ്.
സ്പീക്കർ. ഇവിടെ വരുന്നത് ആരാണ്? എ സ്റ്റേറ്റ്ലി റേവൺ. റേവണാണ് വരുന്നത്. റേവൺ മീൻസ് എന്താണ്? കാക്കയുടെ. എന്താണ് ഡിഫറൻസ്? കാക്കയും ഒരു ക്രോയും റേവനും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതിൻ്റെ കൊക്കിനും അതുപോലെ അതിൻ്റെ ചിറകിനും ഒക്കെ അതിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസം. കാണുന്ന കാഴ്ചയിൽ ഒരു ക്രോ ആയിട്ട് തോന്നും, പക്ഷേ ചെറിയ ഒരു ഇച്ചിരിയും കൂടെ ശൗര്യവും കുറച്ചുകൂടെ ബോഡിയും ഒക്കെ ഉള്ള ഒരു സംഭവമാണ്, ഒരു ബേർഡാണ് റേവൻ. ബട്ട് സിമിലർ ടു ക്രോ, കാക്കയെ പോലെ ഇരിക്കും. ആൻഡ് ഹിയർ എ ഡിഗ്നിഫൈഡ് ബ്ലാക്ക് റേവൻ ഫ്രം ദ ഏൻഷ്യൻ ടൈംസ് എൻറ്റേഴ്സ് ദ റൂം. ഈ ചിറകടിച്ച് ടാപ്പ് ചെയ്ത് സൗണ്ട് ഫ്ലട്ടറിൽ വരുന്നത് ആരാണ്? റേവനാണ്. ആൻഡ് സീ ആ ഒരു ഫ്രേസ് നിങ്ങൾ നോക്കണം. എ സ്റ്റേറ്റ്ലി റേവൻ എന്നാണ് പറയുന്നത്. ദാറ്റ് സ്റ്റേറ്റ്ലി സജസ്റ്റ് ദ ബേർഡ് അപ്പിയേഴ്സ് മെജസ്റ്റിക് ആൻഡ് മിസ്റ്റീരിയസ്. വളരെ മെജസ്റ്റിക് ആയിട്ട് റോയൽ ലുക്കിൽ മിസ്റ്റീരിയസ് ആയിട്ടാണ് കയറി വരുന്നത്. ആൻഡ് സെയിൻറ്റ്ലി ഡേയ്സ് ഓഫ് യോർ. എന്താ അങ്ങനെ പറഞ്ഞാൽ? അതായത് വളരെ ഓൾഡ് ഏൻഷ്യൻ ടൈമിൽ നിന്നാണ് വരുന്നത്. സെയിൻസ് ഒക്കെ ഉള്ള കാലഘട്ടം ഏതാണ്? സെയിൻസ്, മിസ്റ്ററീസ് ആൻഡ് മൊറാലിറ്റി പ്ലേസ് ഒക്കെ എല്ലാം നമുക്കറിയാം. ഒരുപാട് കാലം മുൻപാണ്. ആ കാലത്ത് നിന്നുള്ള വളരെ പാസ്റ്റ് ഓൾഡ് ആയിട്ടുള്ള സേക്രഡ് ആയിട്ടുള്ള ഒരു കാലത്ത് നിന്നാണ് ഈ ഒരു റേവൻ വരുന്നത്. ആൻഡ് ദിസ് റേവൻ ഈസ് എ സിംബോളിസം. ഡെത്ത്, മിസ്റ്ററി, ഡാർക്ക്നെസ്, ഇതൊക്കെയാണ് പൊതുവേ ഈ റേവൺ എപ്പോഴും, അല്ലെങ്കിൽ ക്രോ ആണെങ്കിൽ പോലും മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് വരുന്ന സിംബോളിസമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അലിട്രേഷൻ ഉണ്ട്. സ്റ്റേറ്റ്ലി, സെയിൻറ്റ്ലി, സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമേജറി ഉണ്ട്, വിഷ്വൽ ഇമേജറി. ദ റീഡേഴ്സ് ക്യാൻ ഇമാജിൻ ദ ഇംപ്രസീവ് ബേർഡ് എൻട്രി. എത്ര സ്റ്റൈലായിട്ടാണ് പറന്ന് ചിറകടിച്ച് അല്ലേ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് ആ ജനലിലൂടെ കയറി ഒരു റീവനിങ് വരികയാണ്. ആ ഒരു എൻട്രി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് ലൈൻ, നോട്ട് ദ ലീസ്റ്റ് obeisance made he, not a minute stopped or stayed he. What is that? The raven does not bow or show respect, and it doesn't hesitate or pose here. The bird behaves very boldly here. വളരെ ബോൾഡായിട്ട്, വളരെ കറേജിയസ് ആയിട്ട്. സാധാരണ ഒരു പക്ഷിയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് അറിയാണ്ട് കയറി പറ്റിപ്പോയാൽ അതിനൊരു പരാക്രമമായിരിക്കും അല്ലേ, പേടിയാണ്. അതാകെ പാനിക്കായി ചിറകിട്ടടിക്കലും പുറത്തേക്ക് പോകാനുള്ള വഴി തപ്പി അവിടെ ഇവിടെയും പോയി ചുമരിലൊക്കെ അടിച്ച് വിൻഡോയിലടിച്ച് അങ്ങനെയൊക്കെയാണ്. ബട്ട് ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല. ഈ റേവന് യാതൊരുവിധ ഭയവുമില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഹാസ് എ റൈറ്റ് ടു എൻറ്റർ എന്നുള്ള രീതിയിലാണ് അല്ലേ, ആ വീട്ടിലേക്ക് വരാനുള്ള റൈറ്റ് അധികാരത്തോടു കൂടിയാണ് വരുന്നത്. ആൻഡ് ദിസ് ഗീവ്സ് ദ റേവൻ എ മിസ്റ്റീരിയസ് അതോറിറ്റി ഹിയർ. സീ ദ റെപ്പറ്റീഷൻ, നോട്ട് എന്നുള്ള ഒരു വേർഡ് നമുക്കിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. ആൻഡ് ദാറ്റ് എംഫസൈസസ് ദ ബേർഡ്സ് കോൺഫിഡൻസ് ഹിയർ. ഓക്കെ, ഒരു രീതിയിലും ഇല്ല എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഇല്ല എന്നുള്ള വാക്ക് അവിടെ ഇല്ല. അത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ്, മിസ്റ്റീരിയസ് ആയിട്ട്, അതോറിറ്റേറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഹിയർ ഓൾസോ വി കുഡ് സീ ദ ഇൻവേർഷൻ. മെയ്ഡ് ഹീ മെയ്ഡ് എന്നുള്ളതിന് മെയ്ഡ് ഹീ എന്നാണ് പറയുന്നത്. ഇൻവേർട്ടഡ് ആയിട്ട് തല തിരിഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ നോർമൽ വേർഡ് ഓർഡർ ഹി യൂസ്ഡ് ആൻ അൺയൂഷ്വൽ വേർഡ് ഓർഡർ ഹിയർ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, but with mane of lord or lady perched about my chamber door. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണത്. ഒരു എൻജാമ്മെൻ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നോട്ട് വിത്ത് ലീസ് ഒബീൻസ് മെയ്ഡ് ഹി, നോട്ട് എ മിനിറ്റ് സ്റ്റോപ്ഡ് ഓർ സ്റ്റേഡ് ഹി. അതായത് ഒരു രീതിയിലുള്ള പേടിയോ ഭയമോ പരാക്രമോ അല്ലെങ്കിൽ ടെൻഷനോ ചിറകടിക്കലോ ഒന്നുമില്ല. അതോറിറ്റേറ്റീവായിട്ട് സാധാരണ ഒരു ബേർഡ് വന്ന് നമ്മുടെ വീട്ടിൽ അകപ്പെട്ട പോലുള്ള ഒരു പാനിക് സിറ്റുവേഷനും ഇല്ലാതെ വളരെ അതോറിറ്റേറ്റീവായി വളരെ ഡിഗ്നിറ്റി ഉള്ള ഒരു നോബിൾ പേഴ്സൺ വന്ന് ഇരിക്കുന്നത് പോലെയാണ് ഈ ബേർഡ് നമ്മുടെ, അല്ലെങ്കിൽ ഈ സ്പീക്കർ ചേംബർ ഡോറിൽ വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ പോയറ്റ് കമ്പയർസ് ദ ബേർഡ് ടു എ റോയൽ ഫിഗർ. ഒരു ലോർഡ് ലേഡിയൊക്കെ വന്ന് അന്തസ്സോടുകൂടി അങ്ങനെ ഇരിക്കുന്നത് പോലെയാണ് ഈ ബേർഡ് വന്ന് ഒരു വളരെ പ്രൈഡായി, വളരെ അതോറിറ്റേറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ചേംബർ ഡോറിൻ്റെ മേലെ പേർച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ഇരുത്തത്തിനെയാണ്, അതായത് വന്ന് പറന്ന് അകത്ത് കയറിയെങ്കിലും അതൊരു പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നില്ല. നോട്ട് എന്ന് മേലത്തെ ലൈനിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ. ആൻഡ് ഹിയർ ഒരു ലോർഡ് ലേഡി ഒക്കെ പോലെ ഇരിക്കുന്നത് പോലെ. സി വിത്ത് ദ അപ്പിയറൻസ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് എ നോബിൾ പേഴ്സൺ. അങ്ങനെയാണ് റേവൻ അവിടെ ഇരിക്കുന്നത് സ്പീക്കറുടെ ഡോറിൽ. മനസ്സിലായല്ലോ. ആൻഡ് ഹിയർ വി കുഡ് സീ ഒരു കമ്പാരിസൺ നമുക്കിവിടെ കാണാൻ പറ്റും. സീ വിത്ത് മേൻ ഓഫ് ലോർഡ് ഓർ ലേഡി പെർച്ച്ഡ് എബവ് മൈ ചേംബർ ഡോർ. ആരെപ്പോലെയാണ്? ലോർഡ് ലേഡിയെ പോലെയാണെന്നാണ് പറയുന്നത് അല്ലേ. അവിടെ ആസ് അല്ലെങ്കിൽ ലൈക്ക് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് മെറ്റഫറാണ്. ആൻഡ് വി കുഡ് സീ ആൻ ഇമേജറി ഹിയർ. ഇമേജറി മീൻസ് വിഷ്വൽ ഇമേജ് ഓഫ് ദ ബേർഡ് സിറ്റിംഗ് അബവ് ദ ഡോർ. കിട്ടിയോ? നെക്സ്റ്റ് ലൈൻ, പെർച്ച്ഡ് അപ്പോൺ എ ബസ്റ്റ് ഓഫ് പലാസ് ജസ്റ്റ് അബവ് മൈ ചേംബർ ഡോർ. എന്താ പറയുന്നത്? ബസ്റ്റ് ഓഫ് പലാസ്. അത് നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പലാസ് മീൻസ് ദാറ്റ് റെഫേഴ്സ് ടു പലാസ് അഥീന. Okay, the raven
സിറ്റ്സ് ഓൺ എ സ്റ്റാച്യു. ഒരു സ്റ്റാച്യൂടെ ഒരു ബസ്റ്റ് ഓഫ് പലാസ് എന്നാണ് പറയുന്നത്. ബസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നെഞ്ചു വരെയുള്ള ഒരു പ്രതിമേനെയാണ് നമ്മൾ ബസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഗാന്ധിജി, നെഹ്റു, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു, അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ചെസ്റ്റ് വരെയുള്ള ഒരു പ്രതിമ കാണാം അല്ലേ. ഇനിയിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സിനിമയിലാണെങ്കിൽ പോലും നമുക്ക് ജൂനിയർ മാൻഡ്രയ്ക്ക് സിനിമയിൽ ഒരു തലയുണ്ട്, ഒരു മൊട്ടത്തല പ്രതിമ. അതൊക്കെയാണ് ബസ്റ്റ് എന്ന് പറയുന്നത്, ഒരു ചെസ്റ്റ് വരെയുള്ള പ്രതിമ. അതിവിടെ ആരുടെ പ്രതിമയാണെന്ന് പറയുന്നത്? ബസ്റ്റ് ഓഫ് പലാസ്. പലാസ് ആരാന്ന് അറിയാമോ? പലാസ് മീൻസ് പലാസ് അഥീന. ഓക്കെ, അതൊരു അല്യൂഷനാണ്. അതൊരു ബാക്കിലേക്ക് ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രീക്ക് മിത്തോളജിയിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓക്കെ, പലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഡസ് ഓഫ് വിസ്ഡം എന്നാണ് പറയുക. അതായത് ഇവിടെ പലാസിൻ്റെ മേലെ കയറിയിരിക്കുന്നത്, ബസ്റ്റ് ഓഫ് പലാസിൻ്റെ മേലെ, എബോവ് മൈ ചേംബർ ഡോർ. പലാസ് നമുക്കറിയാം, ദി ഗോഡസ് ഓഫ് വിസ്ഡം, ജ്ഞാനം, അറിവ്, ബുദ്ധി. ഓക്കെ, ഹിയർ ദ റേവൺ സിറ്റിംഗ് ഓൺ ദ സ്റ്റാച്യു സിംബലൈസസ് ദ ഡാർക്ക്നെസ് സിറ്റിംഗ് എബവ് വിസ്ഡം. വിസ്ഡത്തിന് മുകളിൽ ഡാർക്ക്നെസ്, ഇരുട്ട് കയറിയിരിക്കുന്നത് പോലെ അല്ലേ. ഡാർക്ക്നെസ് ആണ് റേവൺ. അപ്പോൾ റേവൺ വിസ്ഡത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസൺ മേ ബി പവർലെസ് അബൌട്ട് ഗ്രീഫ്. അയാൾ ഇനി ഒരു കാലത്തും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റാഷണൽ ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് വരില്ല. അയാൾ എപ്പോഴും ഇനി ആ ഗ്രീഫിൽ തന്നെ, ഇരുട്ടിൽ തന്നെ ഇരിക്കാൻ പോവുകയാണ്. അതാണ് അവിടെ സിംബലൈസ് ചെയ്യുന്നത്. റേവൻ എപ്പോഴും ഇവിടെ സിംബോളിസം ഉണ്ട് കേട്ടോ, പലാസും റേവനും. റേവൻ ഡെത്ത് ആൻഡ് മിസ്റ്ററിയാണ് സിംബലൈസ് ചെയ്യുന്നത്, ഡാർക്ക്നെസ് ആണ് സിംബലൈസ് ചെയ്യുന്നത്. പലാസ് മീൻസ് വിസ്ഡം ആണ്, നോളജ് ഓർ റീസൺ. അപ്പോൾ ഇവിടെ ഗ്രീക്ക് മിത്തോളജിയിലേക്കുള്ള അല്യൂഷൻ കൂടിയുണ്ട്. അപ്പോൾ സിംബോളിസം ആൻഡ് അല്യൂഷൻ നമുക്ക് രണ്ടും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ അലിട്രേഷൻ, പെർച്ച്ഡ്, പലാസ്, സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അലിട്രേഷൻ ഉണ്ട്. നെക്സ്റ്റ് ലൈൻ, പെർച്ച്ഡ് ആൻഡ് സാറ്റ് ആൻഡ് നത്തിങ് മോർ. സി, റേവൻ സിംപ്ലി സിറ്റ്സ് ആൻഡ് സൈലൻ്റ്ലി വിതൗട്ട് ഡൂയിങ് എനിത്തിങ് എൽസ് ഹി സിറ്റ്സ് ദെയർ. ഒന്നും ചെയ്യുന്നില്ല. സോ ഇവിടെ ആ ഒരു കാപ്നെസ് ഓഫ് ദ ബേർഡ് ദാറ്റ് കോൺട്രാസ്റ്റ് വിത്ത് ദ സ്പീക്കേഴ്സ് ഫിയർ ആൻഡ് കൺഫ്യൂഷൻ. ആൻഡ് ദ റിപ്പീറ്റഡ് പേർച്ച്ഡ് എന്ന് പറയുന്ന വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, മേലെയും താഴെയും. പേർച്ച്ഡ് അപ്പോൺ മൈ ബസ്റ്റ് ഓഫ് പലാസ്, അവിടെ ഒരു പേർച്ച്ഡ് ഉണ്ട്, ഈ ലൈനിൽ ഒരു പേർച്ച്ഡ് ഉണ്ട്. ആൻഡ് ദാറ്റ് പേർച്ച് എംഫസൈസസ് ഇറ്റ്സ് സ്റ്റിൽ പ്രസൻസ്. അത് അപ്പോഴും അവിടെ ഇരിക്കുകയാണ്. പേർച്ചിങ് മീൻസ് എന്താണ്? അവിടെ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നതിനെയാണ് പറയുന്നത്. ഇവിടെ പോയറ്റിക് ഡിവൈസ് പേർച്ച്ഡ് എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിപ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ റെഫ്രെയിൻ, അഗെയിൻ കഴിഞ്ഞ എല്ലാ സ്റ്റാൻസയിലും ഒരു സിമിലർ എൻഡിങ് സ്റ്റൈൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ത്രൂ ഔട്ട് ദ പോവൻ. ഓക്കെ, ആ നത്തിങ് മോർ എന്ന വാക്ക്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വേർഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലൈനിൻ്റെ സ്റ്റൈൽ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെഫ്രെയിൻ ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, 8th stanza, first line. Then this ebony bird beguiling my sad fancy into smiling. Ebony means ഇവിടെ black എന്നാണ് ഉദ്ദേശിക്കുന്നത്. Ebony bird, black raven. Okay, and this bird somehow it charms or it amuses the speaker, making him smile despite of his sadness. നമുക്കറിയാം സ്പീക്കർ ഇവിടെ ലെനോറിൻ്റെ നഷ്ടത്തിൽ ഗ്രീവ് ചെയ്തിരിക്കുകയാണ്. ബട്ട് ദിസ് സ്ട്രേഞ്ച് ആൻഡ് ഡിഗ്നിഫൈഡ് അപ്പിയറൻസ് ഓഫ് ദ ബേർഡ് ദാറ്റ് ബ്രീഫ്ലി ലൈറ്റൻസ് ഹിസ് മൂഡ്. ഓക്കെ, ഇവിടെ നമുക്ക് പോയറ്റിക് ഡിവൈസ് നോക്കൂ, എപ്പിത്തറ്റ് ഉണ്ട്. എപ്പിത്തറ്റ്, എബോണി ബേർഡ്. എബോണി ബേർഡ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാറ്റ് എംഫസൈസസ് ദ റേവൻസ് ബ്ലാക്ക് കളർ. ഓക്കെ, അലിട്രേഷൻ ഉണ്ട്. ബിഗൈലിംഗ് ബേർഡ്, സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് alliteration. And also we could see personification here. The bird seems to influence the speaker's emotion അല്ലേ. സ്പീക്കറിനെ ആ ഒരു സാഡ്നെസ്സിൽ നിന്നും സ്മൈൽ ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ ചെറുതായിട്ട് അദ്ദേഹത്തിൻ്റെ മൂഡിനൊരു സമാധാനം, അല്ലെങ്കിൽ ആ ഒരു ഗ്രീഫ്നെസ് അല്ലെങ്കിൽ ലമെൻറ്റിന് ഒരു സമാധാനം കൊടുക്കുന്നുണ്ട്. അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്, ഒരാൾക്ക് ആശ്വാസം നൽകുക എന്നുള്ളത്. സോ ഇറ്റ് ഈസ് personification. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. By the grave and stern decorum of the countenance it wore. Here, the raven sees and dignified expression that makes the speaker smile. Okay, and the bird looks solemn and formal. വളരെ ഔദ്യോഗികമായിട്ടുള്ളൊരു എഴുത്താണ്. ആൾക്ക് ഒരു ബേർഡിൻ്റെ കളിയും ചിരിയും അല്ലെങ്കിൽ ഒരു ബേർഡിഷ് ആയിട്ടുള്ളൊരു സ്വഭാവമൊന്നും അല്ല ഉള്ളത്. ഓക്കെ, വളരെ ഡിഗ്നിഫൈഡ്, അതോറിറ്റീവായിട്ട് വളരെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ലൈക്ക് എ സീരിയസ് പേഴ്സൺ, ഐ ടോൾഡ് യു. ഓക്കെ, ആൻഡ് ഇറ്റ് കാംസ് ആൻഡ് പ്രൗഡ് അപ്പിയറൻസ് ഈസ് സ്ട്രേഞ്ച്ലി അമ്യൂസിങ്. ആൾക്കും അത്ഭുതം തോന്നുന്ന രീതിയിൽ, സാധാരണ ഒരു ബേർഡിൻ്റെ ഒരു സ്വഭാവം അല്ലാതെ ഒരു സീരിയസ് ഗൗരവക്കാരനായ ഒരു മനുഷ്യൻ കയറി ഇരിക്കുന്നത് പോലെയാണ്. അത് കാണുമ്പോൾ ആ ഒരു കൗതുകത്തിൻ്റെ പേരിൽ സ്പീക്കറിനൊരു ചെറിയ ചിരി അല്ലെങ്കിൽ ഒരു പുഞ്ചിരി വരികയാണ്. അല്ലെങ്കിൽ ആ ഒരു മനസ്സിൽ നിന്നും അത്ര നേരം ലമെൻറ്റിലിരുന്ന ആളുടെ മനസ്സിലേക്ക് ഈ ഒരു കൗതുകത്തിൻ്റെ പേരിലെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുകയാണ്. ഹിയർ ഓൾസോ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. The bird is described as having a serious expression like a human being. So personification ഉണ്ട്. ഇവിടെ നമുക്കൊരു ഇമേജറി ഉണ്ട്. ദ റീഡർ ഇമാജിൻസ് ദ സ്റ്റേൺ ഫേസ് ഓഫ് എ ബേർഡ് അല്ലേ. വളരെ സീരിയസ് ആയിട്ട് ഗൗരവക്കാരനായിട്ട് ഇരിക്കുന്ന ഒരു ബേർഡ് എന്ന് പറയുമ്പോൾ നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു വിഷ്വൽ ഇമേജറി നമുക്ക് മനസ്സിൽ വരുന്നുണ്ട്. തേർഡ് ലൈൻ, ദോ thy crest be shorn and shaven, thou, I said, art sure no craven. Speaker says that
ഈവൻ ദോ ദ റേവൻസ് ഹെഡ് ഫെദേഴ്സ് ലുക്ക് കട്ട് ഓർ റഫ്. ഓക്കെ, റേവൻ്റെ മുടി നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഹെയറി ഭാഗം തലയുടെ മേലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ കുറ്റി കുറ്റി മുടി ഇങ്ങനെ മേലോട്ട് നിൽക്കും, ഇങ്ങനെ ചീവി വെച്ചതുപോലെ ഇരിക്കില്ല. സാധാരണ കാക്കകളുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ചീവി മിനുക്കിയത് പോലെ ആയിരിക്കും. പക്ഷേ റേവന് ഈ കുറുമ്പുള്ള ഈ ഫ്രീക്ക് മക്കളുടെയൊക്കെ മുടി ഉണ്ടാവില്ല, അതുപോലെ ഇങ്ങനെ പൊന്തി നിൽക്കും. അതാണ് റേവൻ്റെ ഒരു ഹെഡിൻ്റെ ഭാഗത്തുള്ള പ്രത്യേകത. ആ ഒരു ഭാഗത്തെ ഹെഡ് ഫെദേഴ്സൊക്കെ ഒരു റഫായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് സർട്ടൻലി നോട്ട് എ coward. Okay. So here he admires the bird's bold and fearless presence in the room. Okay, അതാണ് ഇവിടെ പറയുന്നത്. Crest be shorn and shaven, though art sure no craven. Here അലിട്രേഷൻ ഉണ്ട്, ഷോൺ, ഷേവൻ, ഷൂ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻവേർഷൻ ഉണ്ട്, പോയറ്റിക് ഡിവൈസ് ഇൻവേർഷൻ, അതായത് അൺയൂഷ്വൽ ആയിട്ടുള്ള വേർഡ് ഓർഡർ, ജംബിൾഡ് വേർഡ്സ് പോലെ. സി ആർട്ട് ഷുവർ നോ ക്രേവൺ എന്ന് സ്പീക്കർ പറയുന്നുണ്ട്. ഇവിടെ ആർട്ട് മീൻസ് ആർ എന്നാണ് അർത്ഥം, ഓൾഡ് ഇംഗ്ലീഷിൽ ആർ. ഷുവർ മീൻസ് സർട്ടൻലി ഓർ ഡെഫിനറ്റ്ലി. നോ ക്രേവൺ മീൻസ് നോട്ട് എ കൊവാർഡ്. കൊവാർഡ് ഭീരു. അപ്പോൾ ഇവിടെ ഫുൾ മീനിങ് എന്താണ്? യു ആർ സർട്ടൻലി നോട്ട് എ കൊവാർഡ് എന്നാണ് പറയുന്നത്. സ്പീക്കർ ഈസ് ടോക്കിംഗ് ടു ദ റേവൻ ആൻഡ് ഹി സേസ് ദാറ്റ് ഈവൻ ദോ ദ ബേർഡ് ലുക്സ് സ്ട്രേഞ്ച് ആൻഡ് റഫ്, ഇറ്റ് അപ്പിയേഴ്സ് ബോൾഡ് ആൻഡ് ഫിയർലെസ്. ഓക്കെ, അപ്പോൾ ഈ റേവൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നു, ബസ്റ്റ് ഓഫ് ഫലാസിൻ്റെ മേലെ കയറി ഇരിക്കുന്നു, വിതൗട്ട് എനി ഫിയർ, ആൻഡ് വിച്ച് മേക്സ് ദ സ്പീക്കർ അഡ്മയർ ഇറ്റ്സ് കറേജ്. ആർക്കും ഒരു അഡ്മയർ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള ഇരുത്തവും ഭാവവും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ചെറിയ സ്മൈലോട് കൂടിയിട്ടാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്, യു ആർ ഡെഫിനറ്റ്ലി നോട്ട് എ cowardly bird എന്ന് പറയാണ്. നെക്സ്റ്റ് ലൈൻ, ghastly grim and ancient, raven wandering from the nightly shore. Here the speaker calls the raven frightening, serious and ancient. Okay, ghastly grim and ancient, പേടിപ്പെടുത്തുന്ന വളരെ സീരിയസ് മുഖഭാവമുള്ള ഏൻഷ്യൻ്റ് ആയിട്ടുള്ള റേവൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫ്രം വാണ്ടറിങ് ഫ്രം നൈറ്റ്ലി ഷോർ. നൈറ്റ്ലി ഷോർ മീൻസ് എന്താണ്? ഡാർക്ക് ആയിട്ടുള്ള അൺനോൺ ആയിട്ടുള്ള ഒരു ലോകത്തിൽ നിന്നും, പ്രോബബ്ലി ദ വേൾഡ് ഓഫ് ഡെത്ത്. ഓക്കെ, അങ്ങനെയുള്ളൊരു ലോകത്തിൽ നിന്നും വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഫ്രൈറ്റനിങ് ആൻഡ് സീരിയസ് ഏൻഷ്യൻ്റ് കാലഘട്ടത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നുമാണ് ഈ റേവൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയാണ്. നമുക്കിവിടെ അലിട്രേഷൻ കാണാം, ഗ്യാസ്ലി ഗ്രിം, ഗ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ വി കുഡ് സി the symbolism here. Night ഇവിടെ നൈറ്റ്ലി ഷോറിൽ നൈറ്റ് റെപ്രസെൻറ്റ്സ് ദ മിസ്റ്ററി, ഡെത്ത് ആൻഡ് ദ അൺനോൺ. നമുക്ക് ഒരു അറിവുമില്ല, ഈ പക്ഷിയെക്കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും നമുക്കറിയില്ല. ഓക്കെ, അടുത്ത ലൈൻ, ടെൽ മീ വാട്ട് ദൈ ലോഡ്ലി നെയിം ഈസ് ഓൺ ദ നൈറ്റ്സ് Plutonian shore. What is that? The speaker asked the raven to tell its name. പറയൂ, നിന്റെ പേരെന്താണ്, നീ എവിടെ നിന്നാണ് വരുന്നത്? ആൻഡ് ആസ് ഇഫ് ഇറ്റ് കംസ് ഫ്രം ദ ഡാർക്ക് കിങ്ഡം ഓഫ് പ്ലൂട്ടോ. പ്ലൂട്ടോയുടെ ഡാർക്ക് കിങ്ഡമിൽ നിന്നാണോ നീ വരുന്നത്? Plutonian shore means that refers to the underworld ruled by Pluto. പ്ലൂട്ടോയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്ലൂട്ടോ ഭരിക്കുന്ന അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ അണ്ടർവേൾഡ്, അവിടെ നിന്നാണോ നീ വരുന്നത്? പ്ലൂട്ടോണിയൻ ഷോറിൽ നിന്നാണോ? പറയൂ, നിന്റെ പേരെന്താണ്? ആൻഡ് ദിസ് സജസ്റ്റ് ദ ബേർഡ് മൈറ്റ് ബി എ മെസ്സഞ്ചർ ഫ്രം ദ വേൾഡ് ഓഫ് ദ ഡെഡ്. അല്ലേ, ഡെഡ് വേൾഡിൽ നിന്നുള്ള ഒരു മെസ്സഞ്ചർ ആണോ ഈ ബേർഡ്? എൻ്റെ ലെനോർ മരണപ്പെട്ടു, അവിടെ നിന്നും വന്ന ഒരു മെസ്സഞ്ചർ ആണോ? എന്താണ് നിൻ്റെ പേര് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഹിയർ നമുക്ക് അല്യൂഷൻ കാണാം, പോയറ്റിക് ഡിവൈസ്, ദാറ്റ് റെഫറൻസ് ടു റോമൻ മിത്തോളജി. ഓക്കെ, പ്ലൂട്ടോ അല്ലെങ്കിൽ പ്ലൂട്ടോണിയൻ ഷോർ എന്നൊക്കെ പറയുന്നത് റോമൻ മിത്തോളജിയാണ്. അല്യൂഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ സിംബോളിസം, ദ അണ്ടർ വേൾഡ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡെത്ത് ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ. അണ്ടർസ്റ്റുഡ്? ലാസ്റ്റ് ലൈൻ, quoth the raven, nevermore. The raven answers here with only one word, nevermore. ഇത്ര ചോദ്യം ചോദിച്ചിട്ടും ഒരൊറ്റ വേർഡാണ് ഉത്തരമായിട്ട് റേവൻ പറഞ്ഞത്, നെവർ. ഇവിടെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അല്ലേ, റേവൻ എന്ന ബേർഡ് ഇവിടെ സംസാരിക്കുകയാണ്. ആൻഡ് വാട്ട് ഈസ് ഹി സേയിങ്? നെവർ മോർ. ആൻഡ് ദിസ് മിസ്റ്റീരിയസ് റീപ്ലൈ ഷോക്സ് ദ സ്പീക്കർ. ഇവിടെ ആ നെവർ മോർ എന്ന് പറയുന്ന വേർഡ് ദാറ്റ് ബിക്കംസ് ദ സെൻട്രൽ റഫ്രെയിൻ ഓഫ് ദ പോയം. ത്രൂ ഔട്ട് ഈ പോയത്തിൽ സ്റ്റാൻസയിൽ ഇനി വരാം, പ്രത്യേകിച്ച് റേവൻ വന്നതിന് ശേഷം റേവനോട് എന്ത് ചോദിച്ചാലും റേവൻ സംസാരിക്കുന്നത് അല്ലെങ്കിൽ റിപ്ലൈ പറയുന്നത് നെവർ മോർ എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രൽ റഫ്രെയിൻ ആണ് ദാറ്റ് സിംബലൈസസ് ദ ഫൈനലിറ്റി ഓഫ് ലോസ് ആൻഡ് ഹോപ്പ്ലെസ്നെസ്. ഇനി ഒരിക്കലും, നെവർ മോർ എന്നാണ് പറയുന്നത്, നെവർ മോർ ഒരിക്കലും ഇല്ല, അതായത് തീർച്ചയാണ്, ഇനി ഒരിക്കലുമില്ല. അത് പെർമനൻ്റ് ആയിട്ടുള്ള നഷ്ടത്തെയും പെർമനൻ്റ് ആയിട്ടുള്ള ഹോപ്പ്ലെസ്നെസ്സെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, റഫ്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം നെവർ മോർ എന്നുള്ള വാക്കാണ്. ഇനി അങ്ങോട്ട്, അതായത് ത്രൂ ഔട്ട് ദ പോയം ഫ്രം ദ ഫസ്റ്റ് സ്റ്റാൻസ ഓൺവേർഡ്സ് നമുക്ക് ഈ മോർ വെച്ചിട്ടുള്ള വാക്കുകൾ കാണാം. ഇനി അങ്ങോട്ട് റേവൻ ഉള്ളിടത്തോളം നമുക്ക് നെവർ മോർ എന്ന വേർഡാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സിംബോളിസം ഉണ്ട്, ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ പെർമനൻറ്റ് ലോസ്. നെവർ മോർ, അതായത് എസ്പെഷ്യലി ദ ലോസ് ഓഫ് ലെനോർ, ദാറ്റ് ഈസ് പെർമനൻറ്റ്. ഓക്കെ, സോ ദ സ്പീക്കർ ബിഗിൻസ് ടു ടോക്ക് ദ റേവൻ ആൻഡ് jokingly asks its name, imagining it has come from the dark underworld, and surprisingly the raven replies that the word nevermore. അതായത് തുടക്കത്തിൽ അയാൾക്ക് ഈ സ്പീക്കറിന് ഒരു ആശ്വാസം കൊടുത്ത
റേവൺ അവസാനം അയാളെ കൂടുതൽ നിരാശയിലേക്കാണ് ആക്കുന്നത്. നെവർ മോർ എന്ന ഉത്തരത്തിൽ, അതായത് പെർമനൻറ്റ് ലോസ് ആൻഡ് പെർമനൻറ്റ് ഡെസ്പയർ, ഇനി നിനക്ക് അത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സ്പീക്കറിനെ ഹാപ്പിനെസ്സിൽ നിന്നും അല്ലെങ്കിൽ സ്മൈൽ എന്ന് പറയുന്ന തുടക്കത്തിലുള്ള ഇമോഷനിൽ നിന്നും പെർമനൻ്റ് ആയിട്ടുള്ള ഗ്രീഫിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. Stanza 9. Much I marveled this ungainly fall to hear discourse so plainly. Here the speaker is very much amazed that this awkward looking bird can speak so clearly. നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു ബേർഡോ അല്ലേ? ദ റേവൻ സ്പീക്കിംഗ് ഹ്യൂമൻ വേർഡ്സ്, ദാറ്റ് ഈസ് വെരി സ്ട്രേഞ്ച് ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. ഒരിക്കലും സ്പീക്കർ അത് പ്രതീക്ഷിക്കുന്നില്ല, ഇതിൻ്റെ ഒരു സംസാരം അല്ലെങ്കിൽ ഇത് മറുപടി പറയുന്നത്. ആൻഡ് ദ സ്പീക്കർ കനോട്ട് ബിലീവ് വാട്ട് ഹീ ഹാസ് ജസ്റ്റ് ഹേർഡ്. ഞാൻ കേട്ടത് ശരിയാണോ എന്ന് തോന്നുന്നു. ഇവിടെയും ഇൻവേർഷൻ നമുക്ക് കാണാം. അൺയൂഷ്വൽ വേർഡ് ഓർഡർ, മച്ച് ഐ മാർവൽഡ് അല്ലേ, തലതിരിഞ്ഞുള്ള വേർഡ് ഓർഡർ. അലിട്രേഷൻ, മച്ച് മാർവൽഡ്, മ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അലിട്രേഷൻ ഉണ്ട്. അഗെയിൻ എപ്പിത്തറ്റ് ഉണ്ട്, അൺഗെയിൻലി ഫോൾ, ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ ഓക്വേർഡ് ബേർഡ്. ഓക്കെ, സെക്കൻഡ് ലൈൻ, ദോ ഇറ്റ്സ് ആൻസർ ലിറ്റിൽ മീനിങ് ലിറ്റിൽ റെലവൻസി ബോർ. ഈവൻ ദോ ദ ബേർഡ് സ്പോക്ക് ദ വേർഡ് നെവർ മോർ, the reply did not make much sense here. Speaker thinks the answer is not really related to the question. ഓക്കെ, ഞാൻ ചോദിച്ചത് അതിൻ്റെ പേരാണ്, പക്ഷെ അതെന്താ പറഞ്ഞത്? ഒരിക്കലുമില്ല അല്ലേ. സോ ഇറ്റ് മേ സിംപ്ലി ബി എ റാൻഡം വേർഡ്, എന്തെങ്കിലും വെറുതെ റാൻഡം ആയിട്ട് പറഞ്ഞതാവാം അല്ലേ. ചിലപ്പോൾ തത്തമ്മേനെ നമ്മൾ തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പഠിപ്പിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും ചിലപ്പോൾ അതായിരിക്കും പറയുക. അപ്പോൾ ഞാൻ ചോദിച്ചതിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് പറഞ്ഞത്, ചിലപ്പോൾ ഒരു റാൻഡം വേർഡ് പറഞ്ഞതാവാം എന്ന് സ്പീക്കർ വിചാരിക്കുന്നു. ഇവിടെ റെപ്പറ്റീഷൻ ഉണ്ട്, ലിറ്റിൽ മീനിങ് ലിറ്റിൽ റെലവൻസി. ഓക്കെ, ആ ഒരു റെപ്പറ്റീഷൻ ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് വരുന്നുണ്ട്. അതുപോലെ അലിട്രേഷൻ ഉണ്ട്, ല സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ, for we cannot help agreeing that no living human being ever yet was blessed with seeing bird above this chamber door. ഇതിനെ നമുക്ക് രണ്ടും ഒരുമിച്ച് വായിക്കണം, കാരണം അത് എംജാമെൻ്റ് ആണ്, ഒന്ന് അടുത്തതിലേക്ക് കണക്റ്റഡ് ആണ്, എന്നാലാണ് അത് ആ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ പറയുന്നു, for we cannot help agreeing that no living human being, everyone would agree that no person has ever experienced such a strange event. ഇങ്ങനെ ഒരു ബേർഡ് പറന്നു വരുന്നതും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ബേർഡും ഒരാളും ഒരു ഹ്യൂമൻ ബീങ് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നിവിടെ പറയാണ്. ആൻഡ് സ്പീക്കർ തിങ്സ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻ ബീയിങ്സ് ടു സീ എ ടോക്കിംഗ് റേവൻ ഇൻ ഹിസ് റൂം. ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ആരും ഇങ്ങനെ ഒരു അനുഭവം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. സ്വന്തം റൂമിലേക്ക് അല്ലേ ഒരു റേവൻ വന്ന് സംസാരിക്കുന്നു. ഇവിടെ ഒരു ഹൈപ്പബലി പറയുകയാണ്, എക്സാജറേറ്റിംഗ് ടു ഷോ ഹൗ റെയർ ദ ഇവൻറ്റ് ഇസ്. ഒരു ഹ്യൂമൻ ബീയിങ് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നത് അത്രയും അധികം എക്സാജറേറ്റ് ചെയ്തത് എന്താണ്, ആ ഒരു റെയർ ഇവൻറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, എവർ യെറ്റ് വാസ് ബ്ലെസ്ഡ് വിത്ത് സീയിങ് ബേർഡ് അബൌ ദിസ് ചേംബർ ഡോർ. അതാണ് രണ്ട് ലൈനും കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞത്. നോ വൺ ഹാസ് എവർ ബീൻ ലക്കി ഓർ ഫോർച്ചുനേറ്റ് ഈവൻ ടു സീ എ ബേർഡ് സിറ്റിംഗ് അബൌ ദിയർ ഡോർ ഇൻ സച്ച് എ സ്ട്രേഞ്ച് വേ. ഇങ്ങനെ എൻ്റെ ഡോറിൽ വന്നിട്ട് ഈ ഒരു ബേർഡ് ഇരിക്കുന്നത് പോലെ ഒരാൾക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സ്പീക്കർ കണ്ടിന്യൂസ് എക്സ്പ്രസിങ് ഹിസ് ഡിസ്ബിലീവ് അറ്റ് അൺയൂഷ്വൽ സിറ്റുവേഷൻ. ഇല്ലേ, അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു ഇമേജറി കാണാം, ഒരു വിഷ്വൽ ഇമേജറി of the bird sitting above the door. Okay, next line, bird or beast upon the sculptured bust above his chamber door. No one has ever seen any animal or other bird ആയിക്കോട്ടെ or beast, okay, എന്തായിക്കോട്ടെ, sitting on a carved statue. ഒരു ബസ്റ്റിൻ്റെ മേലെ, ഒരു ഡോറിൻ്റെ ബസ്റ്റിൻ്റെ മേലെയുള്ള ചേംബർ ഡോറിൽ കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഇതൊക്കെയും നേരത്തെ ലൈൻസിൻ്റെ ബാക്കിയാണ് അല്ലെങ്കിൽ കണ്ടിന്യൂവേഷനാണ്. ആരും ഇങ്ങനെയൊരു രീതിയിലുള്ള സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെയൊരു ബേർഡ് അവരുടെ റൂമിലേക്ക് വന്നിട്ടുണ്ടാവില്ല. ഈവൻ ദോ ദ ബേർഡ് ഓർ ബീസ്റ്റ് അപ്പോൺ ദ സ്കൾപ്ചേർഡ് ബസ്റ്റ്. സ്കൾപ്ചർ മീൻസ് എന്താണ്? പ്രതിമ അല്ലേ. ആ ബസ്റ്റ് ആകുന്ന പ്രതിമയുടെ അല്ലെങ്കിൽ ചേംബർ ഡോറിന് മേലെയുള്ള സ്കൾപ്ചേർഡ് ബസ്റ്റിൻ്റെ മേലെ ഇരിക്കുന്ന ഈ ഒരു ബേർഡിനെ, ഈ ഒരു രൂപം ആരും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. നോ ഹ്യൂമൻ എവർ എന്ന് പറയാണ്. സോ ഈ മൂന്ന് ലൈൻസും കണ്ടിന്യൂസ് ആണ്, അടുത്തതിലേക്ക് കണക്റ്റഡ് ആണ്, എങ്കിലേ മീനിങ് കംപ്ലീറ്റ് ആവുള്ളൂ. സോ ഇതിനെ നമുക്ക് എൻജായ്മെൻറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും, പോയറ്റിക് ഡിവൈസ്. ഓക്കെ, ഒരു ലൈൻ അടുത്ത ലൈനിലേക്ക് കണ്ടിന്യൂ ആയിട്ട് പോകുന്നതുകൊണ്ട്. ലാസ്റ്റ് ലൈൻ, വിത്ത് സച്ച് നെയിം ആസ് നെവർ മോർ. എന്താ ഇവിടെ പറയുന്നത്? നോ വൺ ഹാസ് എവർ സീൻ എ ബേർഡ് ഹൂസ് നെയിം സീംസ് ടു ബി നെവർ മോർ. നെവർ മോർ എന്ന് പേരുള്ള ഒരു പക്ഷിയെ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ സ്പീക്കർ അസ്യൂംസ് ദ ബേർഡ്സ് നെയിം മസ്റ്റ് ബി നെവർ മോർ. സ്പീക്കർ ഇവിടെ തെറ്റിദ്ധരിക്കുകയാണ്, ചിലപ്പോൾ ഇനി ഇതിൻ്റെ പേര് നെവർ മോർ തന്നെ ആയിരിക്കുമോ, എന്താ ഇതിൻ്റെ പേര് എന്ന് വെച്ചപ്പോൾ അത് പറഞ്ഞത് എന്താ, നെവർ മോർ. ഇനി ഒരു പക്ഷേ നെവർ മോർ തന്നെ ആയിരിക്കും പേര് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സ്പീക്കർ പറയുന്നത് ഈ നെവർ മോർ എന്ന പേരുള്ള ഒരു പക്ഷിയെ ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ,
ആൻഡ് ഇവിടെ റെഫറൈൻ വരുന്നുണ്ട് അഗെയിൻ നെവർ മോർ. എല്ലാ സ്റ്റാൻസാസിനും എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ റിപ്പീറ്റഡ് വേർഡ് ത്രൂ ഔട്ട് ദ പോം ദാറ്റ് ഈസ് നെവർ മോർ. 10th stanza. But the raven, sitting lonely on the placid bust, spoke only that one word, as if his soul in that one word he did outpour. So the raven sits alone and calmly on the statue and speaks only one word. What is that? Nevermore. And ഇവിടെ പറയുന്നത് എന്താണ്? The bird remains still and mysterious. It does not move. It does not say anything except the single word nevermore. അങ്ങനെ അനങ്ങുന്നുമില്ല, ഒന്നും പറയുന്നില്ല, വേറെ ഈ നെവർമോർ എന്നല്ലാത്ത വാക്കൊന്നും പറയുന്നില്ല, അനങ്ങുന്നില്ല. അങ്ങനെ സ്റ്റില്ലായി കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുകയാണ്. അലിട്രേഷൻ സിറ്റിംഗ് സ്പോക്ക് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇമേജറി അല്ലേ, അനങ്ങാതെ ഈ നെവർമോർ എന്ന് മാത്രം പറയുന്ന ഒരു ബേർഡിനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു വിഷ്വൽ ഇമേജറി, ദാറ്റ് ലോൺലി ബേർഡ് സിറ്റിംഗ് ക്വയറ്റ്ലി ദാറ്റ് വി കുഡ് ഇമാജിൻ, റൈറ്റ്. നെക്സ്റ്റ് ലൈൻ, ദാറ്റ് വൺ വേർഡ് ആസ് ഇഫ് ഹിസ് സോൾ ഇൻ ദാറ്റ് വൺ വേർഡ് ഹി കുഡ് ഔട്ട് പോർ. ഇവിടെ പറയാണ് the speaker feels the word nevermore seems very powerful as if it carries deep meaning. അല്ലേ, എന്തോ അർത്ഥമുള്ളൊരു വാക്കാണ് ഈ പക്ഷി പറയുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ആർക്ക്? സ്പീക്കർക്ക്. The raven speaks only that one word as if it has put its whole soul or meaning into that. ആ നെവർ മോർ എന്നുള്ള വാക്കിലേക്ക് അതിൻ്റെ ജീവനും സ്വത്തും അതുപോലെ ആത്മാവും ഒക്കെ അതിനകത്ത് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ ഒരു വാക്കിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു സിമിലി കാണാം. ആസ് ഇഫ് ഹിസ് സോൾ എന്ന ആസ് ഇഫ് കമ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സിമിലി ഉണ്ട്. അതുപോലെ സിംബോളിസം, നെവർ മോർ എന്നുള്ള വാക്ക് എപ്പോഴും നമ്മൾ സിംബോളിസത്തിൽ കൂട്ടണം. കാരണം ദ വേർഡ് നെവർ മോർ സിംബലൈസസ് ഫൈനൽറ്റി ആൻഡ് ലോസ്. കംപ്ലീറ്റ് പെർമനൻസിനെയാണ് കാണിക്കുന്നത്. നെവർ മോർ, ഒരിക്കലുമില്ല. Okay, next line. Nothing farther than he uttered, not a feather that he fluttered. See, after saying this word nevermore, the raven does not speak again and does not even move its feathers. അതാ പറയുന്നത്. അതിനുശേഷം ഒരക്ഷരം അട്ടർ ചെയ്തിട്ടില്ല, ഒരു തൂവൽ പോലും ഫ്ലട്ടർ ചെയ്തിട്ടില്ല, അതായത് അനക്കിയിട്ടില്ല. The stillness of this bird increases the mysterious and fearful atmosphere. അണ്ടർസ്റ്റുഡ്. ഹിയർ നമുക്ക് അലിട്രേഷൻ കാണാം. ഫെതേർഡ്, ഫ്ലറ്റേർഡ്, ഫുൾ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ റെപ്പറ്റീഷൻ ഉണ്ട്. ഒരു നത്തിങ്, നോട്ട്, ആ ഒരു ഒരേ മീനിങ് വരുന്ന വാക്ക്. നത്തിങ് ഫാദർ, നോട്ട് എ ഫെദർ. അപ്പോൾ നത്തിങ് എന്നുള്ളത് അല്ലെങ്കിൽ നോട്ട് എന്നുള്ളതും ഒരു റെപ്പറ്റീഷനായിട്ട് വരുന്നുണ്ട്. സി, ഇൻറ്റേർണൽ റൈം, അട്ടേർഡ്, ഫ്ലറ്റേർഡ്, ഇൻറ്റേർണൽ റൈംസും വരുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ, ടിൽ ഐ സ്കാർസ്ലി മോർ ദാൻ മട്ടേർഡ്, അതർ ഫ്രണ്ട്സ് ഹാവ് ഫ്ലോൺ ബിഫോർ. Here the speaker quietly murmurs that its other friends have already left him in the past. കുറേ കാലം മുന്നേ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ ഇതിനെ തനിച്ചാക്കി എവിടെയെങ്കിലൊക്കെ പറന്ന് പോയിട്ടുണ്ടാവണം. He begins to connect the raven's presence with his own loneliness and past losses. ഓക്കെ, അതായത് കുറച്ച് മുന്നേ തന്നെ നഷ്ടം അല്ലേ, ഒരുപാട് നഷ്ടം വന്ന്, അതായത് കൂടെ ഉണ്ടായിരുന്നവർ ഒറ്റയ്ക്കാക്കി പോയി. ലെനോർ സ്പീക്കറിനെ ഒറ്റയ്ക്കാക്കി പോയതുപോലെ ഈ ഒരു ബേർഡിനെ അതിൻ്റെ കൂട്ടാളികളെല്ലാവരും ഒറ്റയ്ക്കാക്കി പോയതാവാം. ആ ഒരു ലോൺലിനെസ് രണ്ടു പേർക്കും ഒരുപോലെയാണ് എന്നിവിടെ പരസ്പരം ഒരു കണക്ഷൻ ഫീൽ ചെയ്യാണ്. റേവനുമായിട്ട് സ്വയം അദ്ദേഹം സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഞാനും ലോൺലിയാണ്, ഇതും ലോൺലിയാണ്. ഇതിനെയോ ആരും ഉപേക്ഷിച്ച്, പാസ്റ്റിൽ ആരെങ്കിലും ഉപേക്ഷിച്ച് പോയതാവാം, എന്നെ എൻ്റെ ലെനോർ ഉപേക്ഷിച്ച് പോയതുപോലെ. ഇവിടെ ആ ഒരു മെറ്റഫർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഫ്രണ്ട്സ് ഹാവ് ഫ്ലോൺ, മീനിങ് പീപ്പിൾ ഹാവ് ഗോൺ അവേ ഓർ ഡൈഡ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെറ്റഫറിക്കലി the poet and the bird is compared directly. Okay, on the morrow he will leave me as my hopes have flown before. Speaker thinks here that the raven will leave the next day. ചിലപ്പോൾ ഇതും എന്നെ ഒറ്റക്കാക്കി പോവുമായിരിക്കും നാളെ ഒരു പക്ഷേ. ജസ്റ്റ് ലൈക്ക് ഓൾ ഹോപ്സ് ആൻഡ് ഹാപ്പിനെസ് ഹാവ് ഡിസപ്പിയർഡ് ബിഫോർ. എൻ്റെ എല്ലാ സന്തോഷവും ഹാപ്പിനെസ്സും സ്വപ്നങ്ങളും പ്രതീക്ഷകളും എൻ്റെ ലെനോർ പോയതോട് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഈ ഒരു ബേർഡും നാളെ ഒരു പക്ഷേ എന്നെ വിട്ട് പോയേക്കാം, ഡിസപ്പിയർ ചെയ്തേക്കാം. സോ ദിസ് ഷോസ് ഹിസ് പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഹിയർ. ഡീപ്പായിട്ടുള്ള സാഡ്നെസ് ആണ്. ശുഭാപ്തി വിശ്വാസമൊന്നും ഇല്ല, അതൊക്കെ എന്നേ നഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ബിക്കോസ് ഹി ഹാസ് ലോസ്റ്റ് ലെനോർ, അതാണ് അതിൻ്റെ കാരണം. ഓക്കെ, ഇവിടെ മെറ്റഫർ ഉണ്ട്. ഹോപ്സ് ഹാവ് ഫ്ലോൺ എന്ന് പറയുന്നുണ്ട്. ഹോപ്സ് ഒക്കെ പറന്നു പോയി. അതെന്തിനാണ് കണക്ട് ചെയ്യുന്നത്? അത് ലെനോറിൻ്റെ മരണത്തെയാണ് കമ്പയർ ചെയ്ത് പറയുന്നത്. സിംബോളിസം ഉണ്ട് ഇവിടെ. ഫ്ലൈറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡിസപ്പിയറൻസ് ഓർ ലോസ്. ഇവിടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ്? ഫ്ലോൺ ബിഫോർ എന്ന് പറഞ്ഞത് ഹോപ്സ് ഹാവ് ഫ്ലോൺ. ഫ്ലോൺ മീൻസ് ദറ്റ് ഡിസപ്പിയർഡ്, പെർമനൻറ്റ് ലോസ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ദ ബേർഡ് സെഡ് നെവർ മോർ. അപ്പോഴും ആ ബേർഡ് പറയുന്നത് എന്താണ്?
നെവർ മോർ. ഇപ്പോൾ ഈ ആൾ ഇരുന്ന് സ്വയം പറയാണ് ഈ ബേർഡിനെ ആരെങ്കിലും ഒറ്റയ്ക്കാക്കി പോയിട്ടുണ്ടാവും, എന്നെ ലെനോർ ഒറ്റയ്ക്കാക്കി പോയതുപോലെ ഞാനും അത് ഒരുപോലെയാണ്, നാളെ ഒരുപക്ഷെ ഈ ബേർഡും എന്നെ ഒറ്റയ്ക്കാക്കി വീണ്ടും പോയേക്കാം, ലെനോർ എന്നെ വിട്ടത് പോയതുപോലെ എന്നിങ്ങനെ സ്വയം പിറുവിറുത്തോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അത് കേൾക്കുമ്പോഴും ഈ ബേർഡ് എന്താ പറയുന്നത്? നെവർ മോർ. ദ റേവൻ റിപ്ലൈസ് അഗെയിൻ ദ വേർഡ് നെവർ മോർ. ഓക്കെ, ആൻഡ് ദ വേർഡ് നൗ സീംസ് ടു മീൻ ദ ബേർഡ് വിൽ നെവർ ലീവ്. അതായത് ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോവില്ല എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് അപ്പോൾ ബേർഡ് പറഞ്ഞത്. ഓക്കെ, നാളെ ഇതെന്നെ വിട്ട് പോയേക്കാം എന്ന് മേമർ ചെയ്തപ്പോഴാണ് ബേർഡ് പറഞ്ഞത് നെവർ മോർ. അതായത് ബേർഡ് ഒരിക്കലും തനിച്ചാക്കി പോവില്ല എന്ന് ബേർഡ് പറയുന്നു. ആൻഡ് സിംബോളിക്കലി ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ സ്പീക്കേഴ്സ് ഹോപ്സ് വിൽ നെവർ റിട്ടേൺ. അതായത് ലെനോർ വരും, എനിക്കൊരു നല്ല കാലം വരും, എൻ്റെ സന്തോഷം തിരികെ കിട്ടുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തയാണ് ഇവിടെ റേവൻ പറയുന്നത് നെവർ മോർ ഇല്ല. ഓക്കെ, ആൻഡ് ഹിയർ അഗെയിൻ റെഫ്രെയിൻ ഉണ്ട്, ആ നെവർ മോർ എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദർ ഈസ് എൻ ഐറണി, ദ ആൻസർ ഓഫ് റേവൻ ദാറ്റ് ഫിറ്റ്സ് ദ സ്പീക്കേഴ്സ് സാഡ് തോട്ട് പെർഫെക്റ്റ്ലി. ഓക്കെ, Stanza 11. Startled at the stillness broken by reply so aptly spoken. Here the speaker is surprised. ഞാൻ സംസാരിച്ചതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ആണ് ഈ ഒരു ബേർഡ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ ക്വയറ്റ്നെസ് ഓഫ് ദ റൂം ഈസ് സഡൻലി ബ്രോക്കൺ ബൈ ദ റേവൻസ് പെർഫെക്റ്റ്ലി ടൈംഡ് റിപ്ലൈ. ഈ നെവർ മോർ എന്ന വാക്ക് വീണ്ടും രണ്ടാമത് റേവൻ പറഞ്ഞ സമയത്ത് അത് അയാൾ ആ സ്പീക്കർ പറഞ്ഞ ഡയലോഗിന് വളരെ ആപ്റ്റ് ആയതായിരുന്നു. ആൻഡ് ദാറ്റ് മെയ്ഡ് ഹിം ഷോക്ക്. അലിറ്ററേഷൻ ഉണ്ട്, സ്റ്റാർട്ടിൽഡ്, സ്റ്റിൽനെസ്, സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സ് സൗണ്ട്. ഐറണി ഉണ്ട് ഇവിടെ, ദ ബേർഡ്സ് ആൻസർ സീംസ് പെർഫെക്റ്റ്ലി അപ്രോപ്രിയേറ്റ് ടു ദ സിറ്റുവേഷൻ. അല്ലേ, അത് സ്വയം വെറുതെ പറഞ്ഞതാവാം, പക്ഷേ സിറ്റുവേഷൻ, അതായത് നാളെ ഒരുപക്ഷെ ഈ ബേർഡും എന്നെ വിട്ട് പോയേക്കാം, ലെനോർ എന്നെ വിട്ട് പോയതുപോലെ എന്ന് പറഞ്ഞപ്പോൾ Raven's reply, nevermore, that became very apt to the situation here. Second line, doubtless, said I, what it utters is its only stock and store. Here the speaker says that the word Raven spoke, that would be probably the only word it know. അല്ലേ, അതിനെ അറിയാവുന്ന ആകെയുള്ളൊരു വേർഡ് ചിലപ്പോൾ ഇതാവാം, സ്റ്റോക്ക് ആൻഡ് സ്റ്റോർ. അതിനെ അറിയാവുന്ന സ്റ്റോക്കിലുള്ള, അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഫീഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഏക വേർഡ് ചിലപ്പോൾ അതാവാം. സോ ഹിയർ ദ സ്പീക്കർ ട്രൈസ് ടു ഗിവ് എ റാഷണൽ എക്സ്പ്ലനേഷൻ ഫോർ ദ സ്ട്രേഞ്ച് ഇവൻ ഇൻസ്റ്റെഡ് ഓഫ് ബിലീവിങ് ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. ഓക്കെ, മെറ്റഫർ ഉണ്ട് ഇവിടെ, സ്റ്റോക്ക് ആൻഡ് സ്റ്റോർ, ദാറ്റ് മീൻസ് ദ ബേർഡ്സ് ലിമിറ്റഡ് വൊക്കാബുലറി ഹിയർ. ഓക്കെ, ദെൻ അലിറ്ററേഷൻ ഉണ്ട്, സ്റ്റോക്ക്, സ്റ്റോർ, സ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സെഡ്, ദെൻ സ്റ്റോക്ക്, സ്റ്റോർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സ് സൗണ്ട്, അലിറ്ററേഷൻ ഉണ്ട്. നെക്സ്റ്റ് ലൈൻ, കോഡ് ഫ്രം സം അൺഹാപ്പി മാസ്റ്റർ ഹൂം അൺമെർസിഫുൾ ഡിസാസ്റ്റർ. The speaker imagines here that the bird learned the word from a sad former owner. ഇതിന് മുൻപ് ഇതിനെ ഓൺ ചെയ്തിട്ടുള്ള, ഇതിൻ്റെ മാസ്റ്റർ ആയിട്ടുള്ള വ്യക്തി ഒരു പക്ഷേ വളരെ സാഡ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ ഇരുന്നതാവാം, അതുകൊണ്ടായിരിക്കും ഈ ഒരൊറ്റ വേർഡ് ഇത് പഠിച്ചിട്ടുണ്ടാവുക. The speaker believes here that the raven may have belonged to someone whose life was filled with tragedy. അല്ലേ, ലൈഫ് ട്രാജഡി ഉള്ള ഏതെങ്കിലും ഒരു മാസ്റ്ററിൻ്റെ പക്ഷിയാവാം ഇത്, അതുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് വേർഡായിട്ടുള്ള നെവർ മോർ മാത്രം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഹിയർ ദർ ഈസ് എ പെർസോണിഫിക്കേഷൻ, ഡിസാസ്റ്റർ എന്ന വാക്ക്. ഓക്കെ, ഡിസാസ്റ്റർ ഈസ് ട്രീറ്റഡ് ആസ് അൺമേഴ്സിഫുൾ ഡിസാസ്റ്റർ എന്നാണ് പറയുന്നത്, ആസ് ഇഫ് ഇറ്റ് ഈസ് ആക്റ്റീവ്ലി ഫോളോ സം വൺ. ആരെയോ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, അല്ലേ, അതൊരു പെർസോണിഫിക്കേഷനാണ്. നെക്സ്റ്റ് ലൈൻ, followed fast and followed faster till his songs one burden bore. Here the speaker assumes that റേവണിന് മുമ്പുണ്ടായിരുന്നൊരു മാസ്റ്റർ. ഓക്കെ, അവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ ആ പക്ഷി പറന്നു വന്നത് എന്ന് ഇയാൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ആ മാസ്റ്റർ അയാൾ ഒരു അൺഹാപ്പി ആയിട്ടുള്ള ആളായിരിക്കാം, ഒരു പക്ഷേ മിസ്ഫോർച്യൂൺസ് ദാറ്റ് കെപ്റ്റ് കമ്മിങ് ക്വിക്ക്ലി ആൻഡ് റിപ്പീറ്റഡ്ലി ടു ദിസ് അൺഹാപ്പി മാസ്റ്റർ. അല്ലേ, ഫോളോഡ് ഫാസ്റ്റർ എന്ന് പറയുന്നുണ്ട്, അതായത് ഈ മാസ്റ്ററിൻ്റെ ലൈഫിലേക്ക് മിസ്ഫോർച്യൂൺസ് ഇങ്ങനെ ക്വിക്ക് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും അയാൾ പറഞ്ഞതും പാടിയതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സാഡ് ഫീലിംഗ്. അത് കേട്ട് പഠിച്ചിട്ടാവാം ഒരുപക്ഷെ റേവൺ ഈ ഒരു നെഗറ്റീവ് വേർഡായിട്ടുള്ള നെവർ മോർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, സോ ദ മാൻസ് life, I mean the master's life would be so full of sorrow that his songs focused only on grief. അതായിരിക്കാം റേവൻ കേട്ട് പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ റെപ്പിറ്റേഷൻ വന്നിരിക്കുന്ന, അല്ലേ, ഫോളോഡ് ഫാസ്റ്റർ, ആ ഒരു വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ പോയറ്റിക് ഡിവൈസ് റെപ്പിറ്റേഷൻ ഉണ്ട്. മെറ്റഫർ ഈസ് ദർ, സോങ്സ് വൺ ബർഡൻ ബോർഡ്, ദാറ്റ് മീൻസ് റിപ്പീറ്റഡ് സാഡ്നെസ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, ടിൽ ദ dirges of his hope that melancholy burden bore. Finally, even the songs of hope become funeral songs full of sadness here.
ഓക്കെ. ആൻഡ് ഡിർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിർജസ് മീൻസ് സോങ്സ് ഓഫ് മോർണിംഗ്. അല്ലെങ്കിൽ വിലപിക്കുന്ന രീതിയിലുള്ള സോങ്സ് ഉണ്ടാവില്ലേ, നമുക്ക് വിഷമം തോന്നുന്ന അല്ലെങ്കിൽ മോൺഫുൾ ആയിട്ടുള്ള സോങ്സ്. സോ ദ മാൻസ് ഹോപ്പ് ടേൺ ഇൻ ടു സോറോ മേ ബി, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഡിർജസ് എന്ന് പറയുന്നത് ഒരു ഇവിടെ എഗെയിൻ ഒരു സിംബോളിസം ഉണ്ട്, അതായത് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ഗ്രീഫ് ആൻഡ് ഡെസ്പയർ. ലാസ്റ്റ് ലൈൻ ഓഫ് നെവർ നെവർ മോർ. ഇത് നേരത്തെയുള്ള ആ ലൈനിൻ്റെ ബാക്കിയാണ്. എൻജോയ്മെൻറ്റോട് കൂടിയിട്ട് ആ ഒരു പോയിറ്റിക് ഡിവൈസ് ആണ് എൻജോയ്മെൻറ്റ്. ഓക്കെ, ലൈനിൽ ഒരു പങ്ക്ച്വേഷൻ മാർക്ക് ഒന്നും ഉപയോഗിക്കാതെ അടുത്ത വരിയിലേക്ക് കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ടിൽ ദ ഡേജസ് ഓഫ് ഹിസ് ഹോപ്പ് ദാറ്റ് മെലങ്കലി ബേർഡൻ ബോർ ഓഫ് നെവർ നെവർ മോർ. ഇയാൾ ഒരു പക്ഷേ, ഈ സാഡ് മാൻ, റേവൻ്റെ മുമ്പുള്ള മാസ്റ്റർ ഒരു പക്ഷേ ഹി കെപ്റ്റ് റിപ്പീറ്റിംഗ് ദ വേർഡ് നെവർ മോർ. അയാൾ അത് മാത്രമായിരിക്കണം പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് റേവൺ ലേൺഡ് ഇറ്റ് ഫ്രം ഹിം. അതാണ് ഈ റേവൻ ഇവിടെ വന്നിട്ടും ഇതേ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദ സ്പീക്കർ കൺവിൻസസ് ഹിംസെൽഫ് ദാറ്റ് ദ ബേർഡ്സ് വേർഡ് ഈസ് സിംപ്ലി സംതിങ് ഇറ്റ് ലേൺഡ് ബൈ ഇമിറ്റേഷൻ, നോട്ട് എ സൂപ്പർ നാച്ചുറൽ മെസ്സേജ്. അതായത് എനിക്കുള്ള വാർണിങ്ങോ മെസ്സേജോ ഒന്നുമല്ല ഇത്. ഇതിനു മുമ്പുണ്ടായിരുന്ന മാസ്റ്റർ, അയാൾ ഒരു പക്ഷേ വിഷമിച്ചിരിക്കുന്ന വളരെയധികം ഗ്രീഫുള്ള ഒരു വ്യക്തി ആയിരിക്കാം. അയാളുടെ കയ്യിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് പഠിച്ച് ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ച ഒരു വേർഡ് മാത്രമായിരിക്കാം റേവൻ. ആൻഡ് ഇറ്റ് ഈസ് നത്തിങ് റിലേറ്റഡ് ടു മൈ ലൈഫ് എന്ന് സ്പീക്കർ ഇവിടെ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ലൈൻ എഗെയിൻ ഒരു റെഫ്രെയിനാണ്, അതായത് മുമ്പുള്ള സ്റ്റാൻസയിലൊക്കെ കാണാവുന്ന ഒരേ ടൈപ്പ് ഓഫ് റിപ്പീറ്റഡ് സെൻറ്റൻസ് അല്ലെങ്കിൽ പോയറ്റിക് ലൈൻ. ആൻഡ് ഓൾസോ റെപ്പറ്റീഷൻ ഇവിടെയുണ്ട്. നെവർ നെവർ മോർ എന്നാണ്. നെവർ എന്നുള്ള വാക്ക് 2 തവണ റിപ്പീറ്റ് ചെയ്തു, അവിടെ റെപ്പറ്റീഷനും ഉണ്ട്. അതുപോലെ ആ ഒരു ലൈൻ മുഴുവനായിട്ടും റെഫ്രെയിനാണ്. ആൻഡ് ദർ ഈസ് എ സിംബോളിസം. നെവർ മോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ഫൈനൽ ലോസ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ. 12th stanza. But the raven still beguiling all my fancy into smiling. The raven continues to charm or amuse the speaker, making him smile again. ആ മുമ്പ് സ്റ്റാൻസയിൽ ഉണ്ടായിരുന്ന അതേ ലൈനാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈവൻ ദോ ബേർഡ് ഈസ് സ്ട്രേഞ്ച് ആൻഡ് മിസ്റ്റീരിയസ്, അത് സീരിയസ് ആയിട്ട് വളരെ ഡിഗ്നിഫൈഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എങ്കിലും അതിൻ്റെ അപ്പിയറൻസ് സ്റ്റിൽ ഫാസിനേറ്റ്സ് ദ സ്പീക്കർ. സ്പീക്കറിൻ്റെ മുഖത്തൊരു സ്മൈൽ കൊണ്ടുവരാൻ അതിന് കഴിയുന്നുണ്ട്. ഓക്കെ. ഹിയർ ദർ ഈസ് എ പേഴ്സോണിഫിക്കേഷൻ. ഈ റേവൺ എന്ന് പറയുന്ന പക്ഷിക്ക് ദറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ സ്പീക്കേഴ്സ് ഫീലിംഗ് ഹിയർ ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. ഓക്കെ. അടുത്ത ലൈൻ നോക്കൂ. സ്ട്രെയിറ്റ് ഐ വീൽഡ് എ കുഷ്യൻഡ് സീറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബേർഡ് ആൻഡ് ബസ്റ്റ് ആൻഡ് ഡോർ. സോ ദ സ്പീക്കർ ക്വിക്ക്ലി മൂവ്സ് എ കുഷ്യൻഡ് ചെയർ. ഒരു ചെയർ നീക്കി വലിച്ച് ഈ ഒരു ബേർഡിൻ്റെ മുന്നിലേക്ക് കൊണ്ടിടുകയാണ്. ആൻഡ് സിറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റേവൺ, ദ സ്റ്റാച്യു ആൻഡ് ദ ഡോർ. റേവൻ ഡോറിൻ്റെ മേലെയാണ് സ്റ്റാച്യു ഉള്ളത്, സ്റ്റാച്യൂയുടെ മേലെയാണ് റേവൻ ഉള്ളത്. സോ ഇതിൻ്റെ മൂന്നിൻ്റെയും മുൻപിലേക്ക് ഒരു കസേര വലിച്ചിട്ട് ഇയാൾ ഇരിക്കുകയാണ്, അതിന് മുന്നിലിരുന്ന് അതിന് ഓപ്പോസിറ്റായിട്ട് ഇരിക്കുകയാണ്. ഹി പൊസിഷൻസ് ഹിംസെൽഫ് കംഫർട്ടബിളി സോ ഹി ക്യാൻ ഒബ്സർവ് ദ റേവൻ കെയർഫുള്ളി. ഓക്കെ. ഇവിടെ നമുക്ക് ആ ഒരു ഇമേജറി കിട്ടുന്നുണ്ട് അല്ലേ, ഒരു വിഷ്വൽ പിക്ചർ ഓഫ് ദ സ്പീക്കർ അറേഞ്ച് ഹിസ് ചെയർ ആൻഡ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദീസ് റേവൻ. ഓക്കെ. നെക്സ്റ്റ് ലൈൻ. ദെൻ അപ്പോൺ ദ വെൽവെറ്റ് സിങ്കിങ് ഐ betook myself to linking. As he sinks into the soft velvet chair, he begins to connect one thought with another. He starts thinking deeply about the meaning of the bird and its mysterious word. ഇത് ഈ റേവനെ ഇങ്ങനെ നോക്കുന്നു, എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ വെൽവെറ്റ് സീറ്റിലേക്ക് സിങ്ക് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുഷ്യനുള്ള ചെയർ ആകുമ്പോൾ അത് ഒന്ന് അമരും അല്ലേ, ആ അമർന്ന് പോകുന്ന സിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോൾ അത് പ്രസ്സായി പോകുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് betook myself to linking. ഞാൻ ലിങ്ക് ചെയ്യാണ്, അതായത് സ്പീക്കർ ഇവിടെ ആ റേവനെ കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുകയാണ്, അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോയറ്റിക് ഡിവൈസ് ഏതൊക്കെയുണ്ടെന്ന് നോക്കൂ. ഇൻറ്റേർണൽ റൈം ആസ് യൂഷ്വൽ, ലിങ്കിങ്, സിങ്കിങ് അല്ലേ, ഇൻറ്റേർണൽ റൈം ഉണ്ട്. നെക്സ്റ്റ് ലൈൻ. ഫാൻസി അപ് ടു ഫാൻസി തിങ്കിങ് ദാറ്റ് ദിസ് ഓംനിയസ് ബേർഡ് ഓഫ് യോർ. ഹി കണ്ടിന്യൂസ് ടു കണക്ട് ഇമാജിനേഷൻ വിത്ത് ഇമാജിനേഷൻ, വണ്ടറിങ് ദാറ്റ് ദിസ് ഏൻഷ്യൻ ആൻഡ് മിസ്റ്റീരിയസ് ബേർഡ് മീൻസ്. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം, ഈ ബേർഡ് എന്താണ് ഇതിൻ്റെ മീനിങ്, അല്ലെങ്കിൽ എന്തിനായിരിക്കും അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ഇങ്ങോട്ട് വരുന്നത്. അതങ്ങനെ അദ്ദേഹം ഒരു ഇമാജിനേഷനിൽ നിന്നും മറ്റൊരു ഇമാജിനേഷനിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഫാൻസി അൺ ടു ഫാൻസി എന്നാണ് പറയുന്നത്. ഹിസ് തോട്ട്സ് ബിക്കം മോർ ഇമാജിനേറ്റീവ് ആൻഡ് ക്യൂരിയസ് അബൌട്ട് ദ റേവൻ. റേവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു, ഇമാജിൻ ചെയ്യുന്നു, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഫാൻസി അൺ ടു ഫാൻസി എന്ന് പറയുമ്പോൾ ഫാൻസി എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ റെപ്പറ്റീഷൻ എന്ന പോയറ്റിക് ഡിവൈസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സിംബോളിസം. ദ റേവൻ റെപ്രസെൻറ്റ് സംതിങ് മിസ്റ്റീരിയസ് ഓർ സൂപ്പർ നാച്ചുറൽ ഹിയർ. റേവൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തിനായിരിക്കും റേവനെ കുറിച്ച് ഇത്രയേറെ ചിന്തിക്കുന്നത്, കാരണം റേവൻ എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ബേർഡാണ്. എന്തിനിത് ഇവിടെ വന്നു, എന്താണ് ഇതിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെ, വൈ ഡസ് ഇറ്റ് ടോക്ക്. ഓക്കെ. നെക്സ്റ്റ് ലൈൻ. വാട്ട് ദിസ് ഗ്രിം അൺഗെയിൻലി ഗാസ്ലി ഗൗണ്ട് ആൻഡ് ഓംനിയസ് ബേർഡ് ഓഫ് യോർ. He describes the raven as frightening, awkward and very thin and mysterious. അതിൻ്റെ ഫിസിക്കൽ ആൻഡ് ഔട്ട്വേർഡ് അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. പേടിപ്പെടുത്തുന്ന, വളരെ ഓക്വേർഡ് ആയിട്ടുള്ള, വളരെ മെലിഞ്ഞ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ബേർഡ്. Okay, and these strong adjectives emphasize the bird's dark and fearful appearance. Okay.
അലിട്രേഷൻ അഗെയിൻ ഇവിടെ വരുന്നുണ്ട്. ഗ്രിം, ഗ്യാസ്ലി, ഗോണ്ട്, ഗ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഇമേജറി, ആ ഒരു അജക്റ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ദാറ്റ് വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബേർഡ് മേക്സ് അസ് ആൻ ഇമേജ്, വിഷ്വൽ ഇമേജ് ഓഫ് ദ ബേർഡ് ഇൻ അവർ മൈൻഡ്, റൈറ്റ്? ലാസ്റ്റ് ലൈൻ, meant in croaking nevermore. The speaker wonders what the raven mean by repeating the word nevermore. എന്തുകൊണ്ടാണ് ഈ വേർഡ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തായിരിക്കും അതിൻ്റെ ഇൻറ്റൻഷൻ? സോ ദിസ് ഷോസ് ദ സ്പീക്കേഴ്സ് ക്യൂരിയോസിറ്റി ടേണിംഗ് ഇൻ ടു ഡീപ്പ് സൈക്കോളജിക്കൽ ക്വസ്റ്റനിങ്. ഇവിടെ ഓണമിറ്റോപോയ ഉണ്ട്, അതായത് ക്രോക്കിംഗ് ദാറ്റ് ഇമിറ്റേറ്റ്സ് ദ സൗണ്ട് ഓഫ് എ റേവൻ. ഓക്കെ, ക്രോക്ക്, കാക്കയുടെ കരച്ചിൽ അത് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഓണോമെറ്റോപോയാണ്. റെഫ്രെയിൻ, നെവർമോർ എന്ന വാക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. റെഫ്രെയിൻ ഉണ്ട്. 13th stanza. This I sat engaged in guessing, but no syllable expressing. The speaker sits quietly and trying to guess the meaning of the raven's word. എന്തായിരിക്കും ഈ ബേർഡ് നെവർമോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ഗസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഹി സാറ്റ് എൻഗേജ്ഡ് ഇൻ ഗെസ്സിങ് ബട്ട് നോ സിലബിൾ എക്സ്പ്രസിങ്. അതായത് വെച്ചാൽ എന്താണ്? ബട്ട് ഹി ഡസ് നോട്ട് സേ എനിത്തിങ് അലൗഡ്. അതിനെക്കൊണ്ട് ഉപകാരമൊന്നും അയാൾക്ക് കിട്ടുന്നില്ല, ഒന്നും ആലോചനയിൽ ഒരു ഉത്തരവും കിട്ടുന്നില്ല. ഓക്കെ, ഹി ഈസ് തിങ്കിങ് ഡീപ്ലി ഇൻ സൈലൻസ് വൈൽ വാച്ചിങ് ദ മിസ്റ്റീരിയസ് ബേർഡ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ലൈനിൽ. ഇന്റേണൽ റൈം ഉണ്ട്, ഗെസ്സിങ്, എക്സ്പ്രസിങ്. Internal rhyme ഉണ്ട്. And also there is an imagery that shows the speaker silently thinking about the raven. Okay, next line. To the fowl whose fiery eyes now burned into my bosom's core. What is that? The raven's intense and fiery eyes seem to pierce into the speaker's heart. പക്ഷേ കാക്കയുടെ നോട്ടം, കാക്കനോട്ടം ഭയങ്കര ഒരു നോട്ടമാണ് അല്ലേ? നമ്മളൊരു പാട്ടുണ്ട്, കാക്കനോട്ടം നോക്കി എൻ്റെ, ആ ഒരു പാട്ട്. അതായത് കാക്കയുടെ നോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള നോട്ടമാണ്. ആ നോട്ടത്തിൽ അത് പിയേഴ്സ് ചെയ്ത് സ്പീക്കറിൻ്റെ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറുക എന്നാണ് പറഞ്ഞത്. അത്ര നോട്ടാണ് ഈ ഒരു കാക്കയുടെ നോട്ടം. So the bird's gaze makes the speaker feel uneasy and emotionally disturbed. Okay, metaphor ഉണ്ട് ഇവിടെ. The eyes burnt into my bosom's core എന്ന് പറയുന്നുണ്ട്. That suggests the deep emotional impact that made by the raven. Okay, next line. This and more I sat divining with my head to ease reclining. Here the speaker continues thinking and imagining many things about raven. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നു, ഇമാജിൻ ചെയ്യുന്നു. എന്തായിരിക്കും ഈ റേവൻ? ആരാണ് ഇത്? എവിടെ നിന്ന് വന്നു? എന്താണ് ഇത് വന്നിട്ട് ഈ ഒരു വേർഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്? അത് സമയത്ത് ഇതിനെ തുറച്ചു നോക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഇത് എന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നത്? വൈൽ റിലാക്സിങ് ഹിസ് ഹെഡ് അഗെയിൻസ്റ്റ് ദ ചെയർ. അതായത് ചെയറിലേക്ക് തല ചായ്ച്ച് വെച്ച് റിലാക്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹിയർ ഹി ലോസ്റ്റ് ഇൻ ഡീപ്പ് തോട്ട് അബൌട്ട് ദ മീനിങ് ഓഫ് റേവൻസ് പ്രസൻസ്. ഓക്കെ, അഗെയിൻ ഇന്റേണൽ റൈം എന്നൊക്കെ ഇവിടെ കാണാം. ഡിവൈനിങ്, റിക്ലൈനിങ് ഇന്റേണൽ റൈംസ് ഉണ്ട്. വിഷ്വൽ ഇമേജറി ഉണ്ട്, അതായത് വിഷ്വൽ പിക്ചർ ഓഫ് ദാറ്റ് സ്പീക്കർ ലീനിങ് ബാക്ക്, അതായത് കസേരയിലേക്ക് ഇങ്ങനെ ചാരി കിടന്ന് അല്ലേ, അങ്ങനെ ആലോചിക്കുന്നത് നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ലൈൻ. ഓൺ ദ കുഷ്യൻസ് വെൽവെറ്റ് ലൈനിങ് ദാറ്റ് ദ ലാംപ് ലൈറ്റ് ഗ്ലോട്ടഡ് ഓവർ. ഹിസ് ഹെഡ് റെസ്റ്റ് ഓൺ ദ സോഫ്റ്റ് വെൽവെറ്റ് ക്വിഷ്യൻ. വെൽവെറ്റ് ക്വിഷ്യനിൽ ഉള്ള ഒരു ചെയറാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. ആ ഒരു ചെയറിൽ നമ്മുടെ സ്പീക്കർ ഇരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ചാരി കിടക്കുകയാണ്. ആ ചാരുന്ന സമയത്ത് അഗെയിൻ അദ്ദേഹം ആ ഒരു ചാരി കിടക്കുന്ന ഇമേജറി നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് വെരി ബ്രൈറ്റ്ലി ഇലുമിനേറ്റഡ് ബൈ ദ ലാംപ്സ് ലൈറ്റ്. പുറകിലുള്ള ഒരു ലാമ്പ് ലൈറ്റിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ വെളിച്ചം, അല്ലെ മുഖത്തിലേക്ക് വെളിച്ചം ഇങ്ങനെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനാണ് അല്ലേ. നമുക്ക് ആ ഒരു വിഷ്വൽ ഇമേജ് കിട്ടാവുന്ന രീതിയിൽ നല്ല എക്സ്പ്ലനേഷനാണ് പോയിട്ട് തരുന്നത്. നമുക്കിവിടെ പോയറ്റിക് ഡിവൈസ് ഇമേജറി ഉണ്ട്. ആ ഒരു വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വെൽവെറ്റ് ക്വിഷ്യൻ ആൻഡ് ദ ലാംപ് ലൈറ്റ്, അതൊക്കെ നമുക്കിങ്ങനെ കണ്ണിൽ വിസിബിൾ ആണ് അല്ലേ. അതുപോലെ പേഴ്സോണിഫിക്കേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ദ ലാംപ് ലൈറ്റ് ഗ്ലോട്ടഡ് ആസ് ഇഫ് ഇറ്റ് ഹാഡ് ഫീലിങ്സ്. ഗ്ലോട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, അത് ഒരു ഹ്യൂമൻ ഇമോഷൻ അല്ലെങ്കിൽ ഹ്യൂമന് ഫീൽ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഒരു ലാംപ് ലൈറ്റിന് കൊടുത്തിരിക്കുകയാണ്. സോ ദർ ഈസ് എ പേഴ്സോണിഫിക്കേഷൻ. ബട്ട് ഹൂസ് വെൽവെറ്റ് വയലറ്റ് ലൈനിങ് വിത്ത് ദ ലാംപ് ലൈറ്റ് ഗ്ലോട്ടിംഗ് ഓവർ. Here the speaker looks at the purple velvet cushion glowing under the lamplight and this reminds him of a painful truth. അതായത് അദ്ദേഹം ചാരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ലാംപ് ലൈറ്റും ഈ കുഷ്യനും പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അത് ആ ഒരു കുഷ്യൻ, അതുപോലെ ആ ലാംപ് ലൈറ്റ്, ഇതെല്ലാം സ്പീക്കറിനെ ഒരു പെയിൻഫുൾ ട്രൂത്ത് വീണ്ടും റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ അലിട്രേഷൻ ഉണ്ട്. വെൽവെറ്റ്, വയലറ്റ്, സൗണ്ട്. അപ്പോൾ ഈ കുഷ്യൻ്റെ കളർ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. വെൽവെറ്റ് വയലറ്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റനിൽ ഇതൊന്നും ചോദിക്കാതെ, മെയിൻ കാര്യങ്ങൾ ചോദിക്കാതെ ഇത് മാത്രമായിരിക്കും ചോദിക്കുക. ഈ സ്പീക്കർ ഇരുന്ന കുഷ്യൻ്റെ ഏത് ടൈപ്പ്, ഏത് കളറാണ്? വെൽവെറ്റ് ആണ്, കുഷ്യൻ ആണ്. ആൻഡ് എന്ത് ലൈറ്റാണ്? ലാംപ് ലൈറ്റ് ആണ് കാണുന്നത്. ഓക്കെ, അതുപോലെ ഇമേജറി, റിച്ച് വിഷ്വൽ ഡിസ്ക്രിപ്ഷൻസ് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ തരുന്നുണ്ട്. ലാസ്റ്റ് ലൈൻ. ഷീ ഷാൾ പ്രസ് നെവർ മോർ. The speaker realizes the sad truth that Leno will never rest her head on
ദിസ് കുഷൻ അഗെയിൻ. അവൾ എപ്പോഴും, അതായത് മരിച്ചുപോയ തൻ്റെ പ്രണയിനി എപ്പോഴും ഇരിക്കാറുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു കസേരയിൽ ഇങ്ങനെ ചാരി ഇരിക്കാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജിൽ പെട്ടെന്ന് ഇയാളിങ്ങനെ ചാരി ഇരുന്ന് ലാമ്പ് ലൈറ്റ് കണ്ടപ്പോൾ പെട്ടെന്ന് തൻ്റെ ലെനോറിന് ഓർമ്മ വരുന്നു. അവൾ ഇനി ഒരിക്കലും നെവർ മോർ, അല്ലേ? ദ ലൈൻ റിവീൽസ് ഹിസ് ഡീപ്പ് ഗ്രീഫ് ബിക്കോസ് ലെനോർ ഈസ് ഡെഡ് ആൻഡ് വിൽ നെവർ റിട്ടേൺ ബാക്ക് ആൻഡ് ഷീൽ നെവർ സിറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ കുഷ്യൻ ആൻഡ് ലേ ബാക്ക് നെവർ മോർ. ഇതൊന്നും ഇനി ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഇയാളിങ്ങനെ കിടന്നപ്പോൾ ഇയാൾക്ക് അതാണ് ഓർമ്മ വന്നത്. ഇവിടെ റേവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ഇമാജിൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് അദ്ദേഹം തൻ്റെ മനസ്സിലുള്ള എല്ലാ ഗ്രീഫും മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഈ കുഷ്യനിലേക്ക് ചാരി ഇരുന്ന ലാമ്പ് ലൈറ്റ് കണ്ടപ്പോൾ ലെനോറിനെ ഓർമ്മ വന്നത്. ഷീ വിൽ നെവർ സിറ്റ് ഇൻ ദിസ് കുഷ്യൻ നെവർ മോർ എന്നാണ് പറയുന്നത്, അല്ലേ? അത് ഒരിക്കലും അവൾ ഇനി തിരിച്ചു വരില്ലല്ലോ എന്ന് ആ ഒരു ഓർമ്മ വീണ്ടും പെട്ടെന്ന് അയാളിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റെഫറൈൻ ഉണ്ട്. നെവർ മോർ എന്ന വാക്ക് എല്ലാ സ്റ്റാൻസയിലും പോലെ ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ എക്സ്ക്ലമേഷൻ ഉണ്ട്. ദാറ്റ് ഷോസ് ദ സ്ട്രോങ് ഇമോഷൻ ആൻഡ് സോറോ ഓഫ് ദ സ്പീക്കർ ഹിയർ. ഓക്കെ, 14th stanza. Then methought the air grew denser, perfumed from an unseen censer. The speaker feels that the air becomes thick and filled with a fragrance, as if incense is being burned from an invisible vessel. എന്തോ ഒന്ന് കത്തിക്കരിയുന്നത് പോലെ, അല്ലെങ്കിൽ എന്തോ ഒരു തരം പ്രത്യേക സ്മെൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്. ഒരു ആ എയറിലൊക്കെ ഒരു വല്ലാത്ത തിക്കായിട്ടുള്ള ഒരു എന്തോ ഫ്രാഗ്രൻസ് ഫിൽ ചെയ്ത പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. ആൻഡ് ഹി ഇമാജിൻസ് എ സൂപ്പർ നാച്ചുറൽ ഓർ ഹെവൻലി അറ്റ്മോസ്ഫിയർ ഫോമിങ് ഇൻ ദ റൂം. നമ്മൾ സിനിമയിലൊക്കെ കാണും, അല്ലേ? പ്രേതങ്ങളൊക്കെ വരുമ്പോൾ ഒരു തരം പ്രത്യേക പുകയും കാറ്റും ഒക്കെ അതുപോലെ. അപ്പോൾ ഇവിടെ ആ ഒരു ഇമേജറി നമുക്ക് സ്മെല്ല് ചെയ്യാനുള്ള, അല്ലേ? സ്മെല്ല് ചെയ്യാനുള്ള ഇമേജറി ഏതാണ്? സ്മെല്ലിംഗ് ആയിട്ടുള്ള ഇമേജറി ഓൾ ഫാക്ടറി ഇമേജറി, അല്ലേ? ഓൾ ഫാക്ടറി ഇമേജ്, ആ ഒരു ഫ്രാഗ്രൻസ് സ്മെല്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പോയറ്റിക് ഡിവൈസ് ഓർക്കുക. അടുത്തൊരു പോയറ്റിക് ഡിവൈസ് ആണ് കോൺസണൻസ്. അതായത് കോൺസണൻറ്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അൺസീൻ സെൻസർ സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു വേർഡിൻ്റെ തുടക്കത്തിലില്ല. ഓക്കെ, അത് കോൺസണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈനിലുള്ള വേർഡ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കോൺസണൻറ്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെ കോൺസണൻസ് എന്ന് പറയാം. നെക്സ്റ്റ് ലൈൻ, സ്വങ് ബൈ സെറാഫിം ഹൂസ് ഫുഡ് ഫാൾസ് ടിങ്കിൾഡ് ഓൺ ദ ടഫ്ഡ് ഫ്ലോർ. ഹിയർ ദ സ്പീക്കർ ഈസ് ഇമാജിനിങ്. അതായത് നിങ്ങൾ ഇപ്പോൾ മരണ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ക്രിസ്ത്യൻ റിലീജിയനിൽ പെടുന്ന ഒരു മരണ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം, സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാകും, പ്രീസ്റ്റുകളൊക്കെ കുന്തിരിക്കം ഒരു പ്രത്യേക ഒരു ചങ്ങല പോലുള്ള സാധനത്തിൽ തൂക്കിയിട്ട് അതിങ്ങനെ പുകയിക്കാറുണ്ട്, അല്ലെ? അതിങ്ങനെ ആട്ടി ആട്ടി അതിങ്ങനെ പുകയിക്കാറുണ്ട്. ഇതാണ് ഇവിടെ പറയുന്നത്. സ്വങ് ബൈ സെറാഫിം. സെറാഫിം മീൻസ് ഇവിടെ ഏഞ്ചൽസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏഞ്ചൽസ് ഈ ഒരു ഇൻസെൻസ് ബേണർ ഇങ്ങനെ ബേൺ ചെയ്ത് അതിനിങ്ങനെ സ്വിങ് ചെയ്ത് ആട്ടി ആട്ടി ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, അവിടെ സ്പീക്കർ ഇമാജിൻ ചെയ്യാണ് ഈ ഏഞ്ചൽസ് ഇങ്ങനെ ഈ ഒരു ഇൻസെൻസ് ബേണർ സ്വിങ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നു. അവരുടെ ഫുഡ് സ്റ്റെപ്സ് ദാറ്റ് മേക്ക് സോഫ്റ്റ് സൗണ്ട്സ് ഓൺ ദ കാർപ്പറ്റഡ് ഫ്ലോർ. അവരുടെ ആ കാൽപ്പാടിൻ്റെ ശബ്ദം മെല്ലെ കേൾക്കുന്നതായിട്ടൊക്കെ ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യാണ്. സെറാഫിം എന്ന് പറയുന്നത് എന്താണ്? സെറാഫിം ആർ ഹെവൻലി ഏഞ്ചൽസ് ഇൻ ക്രിസ്ത്യൻ ബിലീഫ്. ഓർക്കുക, അതൊരു ബിബ്ലിക്കൽ അല്യൂഷൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഹെവൻലി ഏഞ്ചൽസിനെയാണ് സെറാഫിം എന്ന് പറയുന്നത്. ദാറ്റ് സിംബലൈസസ് ദ ഡിവൈൻ പ്രസൻസ്. സംതിങ് ഡിവൈൻ ഈസ് ഹിയർ. അവരുടെ പ്രസൻസിലാണ് ഈ ഒരു മണം, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് അവിടെ വരുന്നുണ്ട്, ഫ്രാഗ്രൻസ്. ഓക്കെ, അല്യൂഷൻ ഉണ്ട്. പോയറ്റിക് ഡിവൈസ് അല്യൂഷൻ, അതായത് ദ റെഫറൻസ് ഓഫ് സെറാഫിം, അതായത് ഹെവൻലി ഏഞ്ചൽസ്, അവരെ മെൻഷൻ ചെയ്തതുകൊണ്ട് തന്നെ അല്യൂഷൻ എന്ന പോയറ്റിക് ഡിവൈസ് ഉണ്ട്. ആൻഡ് ഓൾസോ ദ ഓഡിറ്ററി ഇമേജ്, കാർപ്പറ്റിലൂടെ, ആ ഫ്ലോറിലുള്ള കാർപ്പറ്റിലൂടെ സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട്സ് മേക്ക് ചെയ്തുകൊണ്ട് അവരുടെ ഫുഡ് സ്റ്റെപ്പ്, അതായത് ഏഞ്ചൽസ് നടന്നു പോകുമ്പോൾ ഉള്ള ഫുഡ് സ്റ്റെപ്പ്. Next line, wretch, I cried, thy God hath lent thee, by these angels he hath sent thee. The speaker holds himself a miserable man. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഗോഡ് എൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് എനിക്കൊരു സഹായം എന്നോണം ഈ ഏഞ്ചൽസിന് തന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ സെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. സോ ഇവിടെ അദ്ദേഹം ബിലീവ് ചെയ്യാണ്, ദ ഹെവൻലി പ്രസൻസ് മേ ബി എ ഡിവൈൻ അറ്റംപ്റ്റ് ടു കംഫർട്ട് ഹിം. എന്നെ ആശ്വസിപ്പിക്കാനായി ഈശ്വരൻ അല്ലെങ്കിൽ ഗോഡ്, ജീസസ് ക്രൈസ്റ്റ് ഹാവ് സെൻഡ് സം ഏഞ്ചൽസ്, അല്ലേ? അവരുടെ ഡിവൈൻ പ്രസൻസ് കൊണ്ടാണ് എനിക്ക് ഈ ഒരു സ്മെൽ, ഫ്രാഗ്രൻസ് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ അപ്പോസ്ട്രോഫി എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് കാണാം. ദ സ്പീക്കർ അഡ്രസ്സസ് ഹിംസെൽഫ് ആസ് റച്ച്. ഓക്കെ, റിലീജിയസ് ഇമേജറിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് ലൈൻ, റെസ്പൈറ്റ് ആൻഡ് നെപ്പൻത്ത് ഫ്രം തൈ മെമ്മറീസ് ഓഫ് ലെനോർ. So here he hopes God has sent a relief or nepenthe
ഈ നെപ്പെന്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു അല്യൂഷൻ ആണ് കേട്ടോ, അഗെയിൻ അല്യൂഷൻ. അതായത് ഇതൊരു മിത്തിക്കൽ ഡ്രിങ്ക് ആണ് ദാറ്റ് കോസസ് ഫോർഗെറ്റ്ഫുൾനെസ് ഓഫ് സോറോ. അതായത് സങ്കടം ദുഃഖമൊക്കെ മറന്നു പോകുന്ന ഒരു പ്രത്യേക ഡ്രിങ്ക്. അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സോറോസ് ഒക്കെ നമ്മൾ മറക്കും. ആ നെപ്പെന്ത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ അത് തന്നു വിട്ടിരിക്കുകയാണ് ദൈവം എനിക്ക് വേണ്ടി ആ ഏഞ്ചൽസിൻ്റെ കയ്യിൽ. ഓക്കെ, ഹി ഹോപ്സ് ഗോഡ് ഹാസ് സെൻറ്റ് ഹിം സം റിലീഫ് ആസ് വെൽ ആസ് നെപ്പെന്ത് ടു ഹെൽപ്പ് ഹിം ഫോർഗെറ്റ് ദ പെയിൻഫുൾ മെമ്മറി ഓഫ് ലെനോർ. മനസ്സിലായല്ലോ? ഇവിടെ പോയിറ്റിക് ഡിവൈസ് അല്യൂഷൻ ഉണ്ട്. നെപ്പെന്ത് എന്ന് പറയുന്ന ആ ഒരു മിത്തിക്കൽ ഡ്രിങ്ക്, അതിനെ ഇവിടെ നമുക്ക് അല്യൂഷൻ എന്ന് പറയാം, റെഫറൻസ് ഓഫ് നെപ്പെന്ത്. ദെൻ റെപ്പറ്റീഷൻ ഉണ്ട്, റെസ്പൈറ്റ്. ആ വേർഡ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന പോയിറ്റിക് ഡിവൈസ് ഉണ്ട്, ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഈസ് quaff. This kind nepenthe and forget this lost Lenore. So the speaker begs himself to drink this magical relief and forget the sorrow of losing Lenore. He desperately wants to escape this painful memories. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, ഈ ഒരു പെയിൻഫുൾ മെമ്മറിയിൽ നിന്നും എനിക്കൊന്ന് രക്ഷപ്പെടണം. അതിനായിട്ട് അദ്ദേഹം ഇങ്ങനെ ഇതൊരു ദാറ്റ് ഷോസ് ആൻ ഇമോഷണൽ ഇൻറ്റൻസിറ്റി, എക്സ്ക്ലമേഷൻ ആണത്. ഓക്കെ, എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. സോ റെപ്പറ്റീഷൻ ഉണ്ട് ഇവിടെ, quaff. അത് നമുക്കൊരു റെപ്പറ്റീഷനായിട്ട് പറയാം. ലാസ്റ്റ് ലൈൻ, quoth the raven nevermore. ആ സമയത്തും റേവൻ പറയാണ്. The raven answers again, nevermore. So this means the speaker will never forget Lenore and will never escape his grief. ഒരിക്കലും, അതായത് എങ്ങനെയെങ്കിലും എനിക്ക് ഈ നെപ്പെന്ത് കുടിച്ചിട്ടെങ്കിലും എനിക്കൊന്ന് എൻ്റെ സോറോസ് മറക്കണം എന്ന് പറയുന്ന സമയത്താണ് റേവൻ പറയുന്നത് nevermore. No, നിനക്കൊരിക്കലും ഇതിൽ നിന്നൊരു മോചനമില്ല. This means the speaker will never forget Lenore and will never escape his grief. Again, refrain ഇവിടെ വന്നു അല്ലേ, poetic device. Nevermore എന്ന് പറയുന്ന വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നു. And there is a symbolism, the permanent sorrow and the hopelessness. അതൊരിക്കലും നിന്നെ വിട്ടു പോകില്ല എന്നാണ് റേവൻ ഇവിടെ അവസാനമായിട്ട് പറയുന്നത്. 15th stanza. Prophet, said I, think of evil, prophet still, if bird or devil. ഇവിടെ അപ്പോസ്ട്രഫി എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസോട് കൂടിയിട്ടാണ് ഇവിടെ ബിഗിൻ ചെയ്യുന്നത് തന്നെ ലൈൻ. ദ സ്പീക്കർ കോൾസ് ദ റേവൻ ആസ് പ്രൊഫറ്റ്, സ്പീക്കിംഗ് ഡയറക്ട്ലി ടു ദ റേവൻ ആസ് പ്രൊഫറ്റ്. ഓക്കെ, ബട്ട് ഓൾസോ എ ക്രീച്ചർ ഓഫ് ഡെവിൾ. നീ ശരിക്കും പ്രൊഫറ്റാണ്, കാരണം പ്രൊഫസൈസ് ചെയ്തു അല്ലേ, ഭാവി പ്രവചിച്ചു, ഒരിക്കലും നിനക്കിതിൽ നിന്നും മോചനമില്ല എന്ന് പറഞ്ഞു. സോ ഇതൊരു പ്രൊഫസിയാണ്, ഒരു പ്രവാചകൻ തന്നെ. ഓക്കെ, പക്ഷേ ഇത് ചോദിക്കുകയാണ് എന്നിട്ട്, തിങ്ക് ഓഫ് ഈവിൾ, പ്രൊഫറ്റ് സ്റ്റിൽ, ഇഫ് ബേർഡ് ഓർ ഡെവിൾ. വെദർ ഇറ്റ് ഈസ് ജസ്റ്റ് എ ബേർഡ് ഓർ എ ഡെവിൾ. നീ ഒരു പക്ഷിയാണോ അതോ നീ ഒരു ഡെവിൾ ആണോ, ഏതാണ് നീ? ദ ക്രീച്ചർ ഓഫ് ഈവിൾ എന്ന് ചോദിക്കുന്നു. സോ ഹിയർ ഹി ബിലീവ്സ് ദ റേവൻ മേ ഹാവ് സൂപ്പർ നാച്ചുറൽ നോളജ്. അതുകൊണ്ടായിരിക്കാം, ആ ഒരു അറിവുള്ളത് കൊണ്ടായിരിക്കാം ഇത് ഇങ്ങനെ പറയുന്നത് അല്ലേ, എൻ്റെ ലൈഫിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ പോയറ്റിക് ഡിവൈസ് അപ്പോസ്ട്രഫി ഉണ്ട്, പ്രൊഫറ്റ് എന്ന് ബേർഡിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് അഡ്രസ്സിങ് ദ ബേർഡ്. ദെൻ റെപ്പറ്റീഷൻ, പ്രൊഫറ്റ് എന്ന വേർഡ് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ റെപ്പറ്റീഷൻ എന്നൊരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. ആൻഡ് ദർ ഈസ് എൻ എക്സ്ക്ലമേഷൻ ഹിയർ, എക്സ്ക്ലമേറ്ററി മാർക്ക് നിങ്ങൾ കണ്ടില്ല, ദാറ്റ് ഷോസ് ഇൻറ്റൻസ് ഇമോഷൻ ദെയർ. നെക്സ്റ്റ് ലൈൻ, വെദർ ടെംപ്റ്റർ സെൻഡ് ഓർ വെദർ ടെംപ്റ്റസ്റ്റ് ടോസ്റ്റ് ദീ ഹിയർ അഷോർ. Here is the line, the speaker wonders whether the bird was sent by a tempter. Tempter means ഒരു evil spirit അല്ലേ, നമ്മളെ ടെംപ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടതാണോ നിന്നെ. Okay, or carried by a storm to this house. Here the speaker is unsure whether the raven is sent by a tempter or a supernatural messenger ആണോ ഇത്, അതോ ഇത് വല്ല ആക്സിഡൻ്റലി എങ്ങനെയെങ്കിലും ഒരു സ്റ്റോമിലോ അല്ലെങ്കിൽ ടെമ്പസ്റ്റിലോ ടോസ് ചെയ്ത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് പറന്നടിച്ച് വന്നതാണോ. ഓക്കെ, so here the poetic device alliteration is employed. Tempter, tempest, tossed. സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദാറ്റ് ഈസ് എൻ ഇമേജറി അല്ലേ, സ്റ്റോമിൻ്റെ ഒരു ഇമേജറി നമുക്കിങ്ങനെ മനസ്സിൽ വരും. സ്റ്റോമിൽപ്പെട്ട് ഈ ഒരു പക്ഷി പറന്നടിച്ച് ഈ ജനലിലൂടെ അകത്തേക്ക് വന്ന് വീണതാവാം, അങ്ങനെയും. നെക്സ്റ്റ് ലൈൻ, desolate yet all undaunted on this desert land enchanted. Here the speaker describes himself as lonely and sorrowful, but still brave enough to ask questions. He feels his home is like an empty, strange place that is filled with sadness here. That is what in this line meant. Alliteration ഉണ്ട്, desolate, desert, the sound repeat ചെയ്യുന്നുണ്ട്. അതുപോലെ endaunted, enchanted, internal rhymes നമുക്കിവിടെ കാണാം. അതുപോലെ ആ ഒരു ഇമേജറി ഡെസേർട്ടഡ് ലാൻഡ് പോലെ, തരിശു ഭൂമി പോലെ, ആരും ഈ വഴി വരാതെ അല്ലേ, ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ, ബാഡ് ആൻഡ് നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒറ്റപ്പെടൽ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലൈൻ, on this home by horror haunted, tell me truly I implore. He says his house feels haunted by fear and sorrow.
അല്ലേ? ഭയാനകമായിട്ടുള്ള അല്ലെങ്കിൽ ഭയവും ദുഃഖവും ഒക്കെ കൂടെ പിടിച്ചടക്കിയിട്ടുള്ള ഒരു വല്ലാത്ത വീടാണ് എൻ്റേത്. ആൻഡ് ഹി ബെഗ്സ് ദ റേവൻ ടു ടെൽ ഹിം ദ ട്രൂത്ത്. നീ എന്നോട് സത്യം പറയൂ. ദ സ്പീക്കർ ഫീൽസ് ഇമോഷണലി ട്രാപ്ഡ് ഇൻ എ പ്ലേസ് ഫിൽഡ് വിത്ത് ഗ്രീഫ്. ഞാനിവിടെ അകപ്പെട്ടു പോയിരിക്കുകയാണ്, നീ എന്നോട് സത്യം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ, അവിടെ ഒരു പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. ഹൊറർ ഡിസ്ക്രൈബ്ഡ് ആസ് ഹോണ്ടിങ് ദ ഹൗസ്. ഒരു വീടിനെ ഹൊറർ എങ്ങനെയാണ് ഹോണ്ട് ചെയ്യുക? ഓക്കെ, അതൊരു അല്ലെങ്കിൽ ഭയപ്പെടുത്തുക, അതാണ് ഇവിടെ പേഴ്സോണിഫിക്കേഷൻ. റെപ്പറ്റീഷൻ ഉണ്ട്. ടെൽ മീ ഐ ഇംപ്ലോർ. ആ ടെൽ മീ എന്നുള്ള രണ്ട് വേർഡ്സ് നമുക്ക് ഇനി അടുത്ത വരികളിലും റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. നെക്സ്റ്റ് ലൈൻ, ഈസ് ദെയർ ബാം ഇൻ ഗിലിയഡ്. ടെൽ മീ ഐ ഇംപ്ലോർ. ടെൽ മീ കണ്ടോ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താ ചോദിക്കുന്നത്? സ്പീക്കർ ആസ്ക്ഡ് വെദർ ദർ ഈസ് എനി ഹീലിംഗ് ഓർ റിലീഫ് ഫോർ ഹിസ് പെയിൻ. ഇവിടെ ബാം എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? ബാം നമ്മൾ എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒരു വേദന വരുമ്പോൾ നമ്മൾ തേക്കുന്നതാണ് ബാം. ബാം ഇൻ ഗിലിയഡ് എന്ന് പറഞ്ഞാൽ അതൊരു ബിബ്ലിക്കൽ റെഫറൻസ് ഇവിടെയുണ്ട്. അല്യൂഷൻ എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഗിലിയഡിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് ബൈബിളിൽ പറയുന്ന ഒരു മെഡിസിൻ ആണ്. ഓക്കെ, ഒരു ഹീലിംഗ് മെഡിസിൻ ആണ് ഗിലിയഡ്. ബാം ഇൻ ഗിലിയഡ് ദാറ്റ് റെഫേഴ്സ് ടു ദ ഹീലിംഗ് മെഡിസിൻ മെൻഷൻഡ് ഇൻ ദ ബൈബിൾ ആൻഡ് സിംബലൈസസ് സ്പിരിച്വൽ ഹീലിംഗ് ആൻഡ് പെയിൻ ഓർ ഹോപ്പ്. ഓക്കെ, സോ ഇൻ ദിസ് ലൈൻ ദ സ്പീക്കർ ഈസ് ആസ്കിങ് ദ റേവൻ, എനിക്കിതിൽ നിന്നൊരു ഹീലിംഗ് ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും ഒരു ബാം ഇൻ ഗിലിയഡ് എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു മെഡിസിനൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു റിലീഫ് അല്ലെങ്കിൽ എനിക്കൊരു ഹീലിംഗ് ഈ ഒരു വേദനയിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ആ ഒരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. ഗിലിയഡിൽ നിന്നുള്ളൊരു ബാമെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ കാണാം. റെപ്പറ്റീഷൻ, ഈസ് ദെയർ എന്ന് പറയുന്ന റെപ്പറ്റീഷനും നമുക്കിവിടെ കാണാം. ആൻഡ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ റേവൻ്റെ മറുപടി വരികയാണ്, ഖോദ് റേവൻ നെവർമോർ. The raven answers again, nevermore. This reply suggests that there is no healing nor relief for his sorrow. The speaker's hope is crushed there. ഓക്കെ, റെഫ്രെയിൻ അഗെയിൻ വന്നിരിക്കുകയാണ്. നെവർമോർ എന്ന ഒരു ലാസ്റ്റ് ലൈൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ദർ ഈസ് എ സിംബോളിസം, ദർ ഈസ് എ പെർമനൻറ്റ് ഡെസ്പെയർ ആൻഡ് പെർമനൻറ്റ് ഹോപ്പ്ലെസ്നെസ്. അതാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, 16th stanza. Prophet, said I, think of evil, prophet still, if bird or devil. കഴിഞ്ഞ സ്റ്റാൻസയിലുള്ള അതേ ലൈൻ റിപ്പീറ്റ് ചെയ്ത് ഇവിടെയും വന്നിരിക്കുകയാണ്. അതിനെ നമ്മൾ റെഫ്രെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രൊഫറ്റ് എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോസ്ട്രഫി എന്ന ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ നമുക്ക് അപ്പോസ്ട്രഫി ഉണ്ട്. റെപ്പറ്റീഷൻ, പ്രൊഫറ്റ് എന്ന് 2 തവണ ഈ ഒരു സിംഗിൾ ലൈനിൽ തന്നെ പറയുന്നുണ്ട്. സോ റെപ്പറ്റീഷൻ ഉണ്ട്. റെഫ്രെയിൻ, അപ്പോസ്ട്രഫി, റെപ്പറ്റീഷൻ. തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ 3 പോയറ്റിക് ഡിവൈസസ് ഇവിടെ കാണാം. സി, ദ സ്പീക്കർ കോൾസ് ദ റേവൻ എ പ്രൊഫറ്റ് ബട്ട് ഓൾസോ എ ക്രീച്ചർ ഓഫ് ഈവിൾ ഹിയർ. അതൊരു ബേർഡാണോ, നീ ബേർഡാണോ അതോ നീ ഒരു ഈവിൾ സ്പിരിറ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ്, എക്സ്ക്ലമേഷനോട് കൂടിയിട്ടാണ്. That shows the emotional intensity. Okay, he believes the raven might have supernatural knowledge about the future. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുകയാണ്. കഴിഞ്ഞ സ്റ്റാൻസയിൽ ചോദിച്ചു, എനിക്കിതിൽ നിന്നും എന്തെങ്കിലും ഒരു ഹീലിംഗ് ഉണ്ടാവുമോ, ഏതെങ്കിലും കാലത്ത് എനിക്കിതിൽ നിന്നൊരു റിലീഫ് ഉണ്ടാവുമോ, അല്ലേ? ഗിലിയാഡിൽ നിന്നൊരു ബാമെങ്കിലും എനിക്ക് കിട്ടുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നെവർമോർ എന്ന് പറഞ്ഞു. രണ്ടാമതൊരു ചോദ്യം കൂടെ ചോദിക്കാൻ പോവാണ്. By that heaven that bends above us, by that God we both adore. Here the speaker swears by heaven and God and asks the raven to tell the truth. ദൈവത്തിൻ്റെ സാക്ഷി നിർത്തി നീ പറ. ഓക്കെ, swear the God and heaven and tell me the truth. നീ സത്യം പറയണം ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന കാര്യത്തിന്. He appeals to divine authority and hoping the answer will be honest. സത്യസന്ധമായിട്ട് നീ എന്നോട് ആൻസർ പറയണം. ഈശ്വരനെ സാക്ഷി നിർത്തി, ഹെവനെ സാക്ഷി നിർത്തി എന്നോട് സത്യം പറയണം. ഓക്കെ, എന്താണ് ചോദിക്കാൻ പോകുന്നത്? ഇവിടെ റിലീജിയസ് ഇമേജറി ഉണ്ട്. ആൻഡ് ബൈ ദാറ്റ് എന്നുള്ള ഒരു റെപ്പറ്റീഷൻ, ആ 2 വാക്കുകളുടെ റെപ്പറ്റീഷൻ നമുക്കിവിടെ കാണാം. Next line, tell the soul with sorrow laden Eve within the distant Eden. Here the speaker asks whether this sad soul will find comfort in Eden. Eden here refers to the paradise or heaven. നമ്മൾ ബിബ്ലിക്കൽ റെഫറൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ഗാർഡൻ ഓഫ് ഏതൻ തോട്ടം അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ സോറോഫുൾ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ടെൽ ദിസ് സോൾ വിത്ത് സോറോ ലേഡൻ. ഓക്കെ, സോറോ നിറഞ്ഞിട്ടുള്ള എൻ്റെ ഈ ഒരു ആത്മാവിനോട് നീ സത്യം പറയൂ. ടെൽ മീ വിതിൻ ദ ഡിസ്റ്റൻറ്റ് ഏഡൻ. ദ സ്പീക്കർ ആസ് വെദർ ഹിസ് സോൾ വിൽ ഫൈൻഡ് കംഫർട്ട് ഇൻ ഏഡനിലെങ്കിലും എനിക്കൊരു കംഫർട്ട് കിട്ടുമോ, സ്വർഗത്തിലെത്തിയാലെങ്കിലും എനിക്കൊരു കംഫർട്ട് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ്. ആൻഡ് സി, it shall clap a sainted maiden whom the angels name Lenore. Here the speaker asks the raven if he will hold the hand of Lenore or if he could embrace Lenore again in heaven. സ്വർഗത്തിൽ വെച്ചില്ലെങ്കിലും എൻ്റെ ലെനോറിൻ്റെ കൈ പിടിക്കാൻ എനിക്കാവുമോ, അവളെ ഒന്ന് എംബ്രേസ് ചെയ്യാൻ, അവളെ ഒന്ന് ആലിംഗനം ചെയ്യാൻ, കെട്ടിപ്പിടിക്കാൻ എനിക്കാവുമോ? ഓക്കെ, ലെനോർ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്യോർ ആൻഡ് ഹോളി വുമൻ. അതുകൊണ്ടാണ് അവർ ഏഞ്ചലിൻ്റെ അടുത്ത് ഉണ്ട് എന്ന് പറയുന്നത്. അവൾ ഏഞ്ചൽസിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയും പ്യൂർ ആൻഡ് ഹോളി ലേഡിയാണ്.
സോ ആ ഒരു സെയിൻറ്റഡ് മെയ്ഡനെ എനിക്ക് ഒന്നുകൂടെ കാണാനും അവളെ ഒന്ന് ഹോൾഡ് ചെയ്യാനും ക്ലാസ്പ് ചെയ്യാനും ഒക്കെ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ ഒരു എപ്പിത്തറ്റ് ഉണ്ട് കേട്ടോ, പോയറ്റിക് ഡിവൈസ് എപ്പിത്തറ്റ്, അതായത് സെയിൻറ്റഡ് മെയ്ഡൻ എന്ന് പറയുന്നത് ഒരു എപ്പിത്തറ്റാണ്. ആൻഡ് ദർ ഈസ് എ സിംബോളിസം. ലെനോർ റെപ്രസെൻറ്റ്സ് ദ ലോസ് ലവ് ആൻഡ് ദ പ്യൂരിറ്റി ഓൾസോ. അവൾ ഏഞ്ചൽസിൻ്റെ കൂടെയാണ്, ഹെവനിലാണെന്നൊക്കെ പറയുന്നു. അതായത് ഷീ ഡസൻറ്റ് കമ്മിറ്റഡ് എനി ടൈപ്പ് ഓഫ് ക്രൈംസ്. അതുകൊണ്ടാണല്ലോ അവൾ സ്വർഗത്തിലെത്തിയിരിക്കുന്നത്. സ്വർഗത്തിലെങ്കിലും അവളോട് ഒന്നിച്ച് ജീവിക്കാൻ, അവളെ ഒന്ന് കാണാനും കൈപിടിക്കാനും ആവുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ. ഓക്കെ, അഗെയിൻ ക്ലാസ്പ് എ റെയർ ആൻഡ് റേഡിയൻ മെയ്ഡൻ whom the angels name Lenore. He repeats his wish to embrace the beautiful and shining Lenore again. ഒന്നുകൂടെ എനിക്ക് അവളെ കാണണം, ഒന്നുകൂടെ അവിടെ എനിക്ക് സ്നേഹിക്കണം, ഒന്നുകൂടെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അതിനെനിക്ക് കഴിയുമോ? So the repetition shows his deep love and desperate hope here. ആശിക്കുകയാണ്, ഒന്നുകൂടെ കാണാൻ കഴിയുമോ എന്നുള്ളൊരു ആശയാണ്. അപ്പോൾ ദൈവത്തെ സാക്ഷി നിർത്തി നീ സത്യം മാത്രമേ പറയാവുള്ളൂ, എനിക്ക് ഏഞ്ചൽസിൻ്റെ കൂടെ കഴിയുന്ന എൻ്റെ ലെനോറിനെ ഒന്നുകൂടെ കാണാനും അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാനും ഒക്കെ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ അലിട്രേഷൻ കാണാം, റെയർ, റേഡിയൻറ്റ്, റിയൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, റെപ്പറ്റീഷൻ ഉണ്ട്, എംഫസൈസിങ് ദ ലോങ്ങിങ്, അതാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. മുമ്പുള്ള അതേ വേർഡ്സും കാര്യങ്ങളും തന്നെയാണ് അടുത്ത ലൈനിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ആൻഡ് ഈ ചോദ്യത്തിന്, ഇത്രയും ആത്മാർത്ഥമായിട്ട് ചോദിച്ച ചോദ്യത്തിന് റേവൻ എന്ത് മറുപടിയാണ് പറയുന്നത്? ക്വാ ടു റേവൻ nevermore. The raven replies once again with nevermore. So this means the speaker will never see the Lenore again. Even in the heaven also he will not see. This destroys his last hope. അല്ലേ, അവസാനത്തെ പ്രതീക്ഷ കൂടെ നഷ്ടപ്പെടുകയാണ്. സ്വർഗത്തിൽ പോലും വെച്ച് എനിക്ക് ലെനോറിനെ കാണാൻ കഴിയില്ല എന്നാണ് ഈ ഒരു ബേർഡ് പറയുന്നത്. നെവർ മോർ എന്ന റെഫറൈൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ അതൊരു സിംബോളിസമാണ് അല്ലേ, എറ്റേണൽ ലോസ് ആൻഡ് ഡെസ്പെയർ. ഒരിക്കലും കാണില്ല എന്ന് പറയുമ്പോൾ അത് എറ്റേണൽ ലോസ് ആണ്, തീരാ നഷ്ടം, ഒരിക്കലും ഇനി അത് റീഗെയിൻ ചെയ്യില്ല എന്നുള്ള മീനിങ് ആണ് ഇവിടെ പറയുന്നത്. 17th stanza. Be that word a sign of parting, bird or fiend, I shrieked, upstarting. Here the speaker suddenly jumps up and shout the word nevermore that should be their final goodbye. ചാടി എഴുന്നേൽക്കുകയാണ്, എന്നിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യും, ഈ നെവർ മോർ എന്ന് പറയുന്ന നിൻ്റെ ഈ വാക്ക് ഇത് നമ്മുടെ ഫൈനൽ ഗുഡ് ബൈ ആയിരിക്കണം, ഇനി നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നീ ഒരു ബേർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫീൻഡ് ആയിക്കോട്ടെ. ഫീൻഡ് മീൻസ് എന്താണ്? ഒരു ഡീമൺ, ഈവിൾ സ്പിരിറ്റ് എന്തോ ആയിക്കോട്ടെ, ഇവിടെ നീ ഇനി കാണാൻ പാടില്ല. ഹീസ് ഫ്രസ്ട്രേറ്റഡ് അല്ലേ, സ്വർഗത്തിൽ പോലും വെച്ച് ലെനോറിനെ ഇനി കാണാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഹീസ് ഫ്രസ്ട്രേറ്റഡ് ആൻഡ് വാണ്ടഡ് ദ റേവൻ ടു ലീവ് ഹിസ് ഹൗസ് ബിക്കോസ് ഇറ്റ്സ് വേർഡ് ആർ കോസിങ് ഹിം പെയിൻ, ഡീപ്പർ ആൻഡ് ഡീപ്പർ പെയിൻ ആണ് കൊടുക്കുന്നത്. നെവർ മോർ അല്ലേ, അതുകൊണ്ട് പോകാൻ പറയാണ്. ഹിയർ ദർ ഈസ് എൻ എക്സ്ക്ലമേഷൻ ദാറ്റ് ഷോസ് സ്ട്രോങ്ങർ ആങ്കർ ആൻഡ് ഇമോഷൻ. സി അപ്പോസ്ട്രഫി ഇവിടെ എംപ്ലോയിഡ് ആണ്, അതായത് ഡയറക്റ്റ് അഡ്രസ്സിങ് ഓഫ് ദ റേവൺ ആസ് ബേർഡ് ഓർ ഫീൻഡ്. ഫീൻഡ് മീൻസ് ഒരു ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ഡെവിൾ എന്നൊക്കെയാണ്. നീ ബേർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെവിളിഷ് ആയിട്ടുള്ള എന്തെങ്കിലും പവർ ആയിക്കോട്ടെ, ഇപ്പോൾ ഇവിടുന്ന് പോയിക്കോണം. ഈ ഒരു നെവർ മോർ എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഗുഡ് ബൈ ആയിരിക്കണം, ഇനി നീ ഒന്നും ഇവിടെ നിന്ന് മിണ്ടാൻ പാടില്ല എന്ന് പറയാണ്. ആൻഡ് ദർ ഈസ് ഇന്റർണൽ റൈം ഹിയർ, പാർട്ടിങ് അപ്പ് സ്റ്റാർട്ടിങ്. കണ്ടോ? നെക്സ്റ്റ് ലൈൻ, ഗെറ്റ് ദി ബാക്ക് ഇൻ ടു ദ ടെമ്പസ്റ്റ് ആൻഡ് നൈറ്റ്സ് പ്ലൂട്ടോണിയൻ ഷോർ. നീ എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് പോയിക്കോ. The speaker here orders the raven to go back into the storm. നീ സ്റ്റോമിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് എത്തിയതാണെങ്കിൽ അങ്ങോട്ട് പോയിക്കോളൂ. ആൻഡ് നീ ആ ഒരു ഡാർക്ക് അണ്ടർവേൾഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ, പ്ലൂട്ടോണിയൻ ഷോറിൽ നിന്നാണ് നീ വന്നതെങ്കിൽ അങ്ങോട്ട് പോയിക്കോ. എവിടെ നിന്നാണോ നീ വന്നത് അങ്ങോട്ട് തന്നെ പോയിക്കോളൂ എന്ന് പറയാണ്. ഈ പ്ലൂട്ടോണിയൻ ഷോർ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് റെഫേഴ്സ് ടു ദ റീം ഓഫ് ദ ഡെഡ് ആൻഡ് ഇറ്റ് വാസ് റൂൾഡ് ബൈ പ്ലൂട്ടോ. പ്ലൂട്ടോയുടെ ഭരണ സാമ്രാജ്യത്തിലേക്ക് തന്നെ നീ പോയിക്കോളൂ എന്ന് പറയാണ്. ആ റോമൻ മിത്തോളജി ഇവിടെ വീണ്ടും എടുത്തിട്ടിരിക്കുകയാണ്. സോ അല്യൂഷൻ ഇവിടെയുണ്ട്, ഇമേജറി ഉണ്ട് അല്ലെ, സ്റ്റോം ആൻഡ് ഡാർക്ക്നെസ്, ആ ഒരു ഇമേജറി ഇവിടെയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, ലീവ് നോ ബ്ലാക്ക് പ്ലൂം ആസ് എ ടോക്കൺ ഓഫ് ദാറ്റ് ലൈ തൈ സോൾ ഹാത്ത് സ്പോക്കൺ. Here the speaker tells the raven not to leave even a feather behind. നിൻ്റെ ഒരു തൂവൽ പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആസ് എ റിമൈൻഡർ ഓഫ് ഇറ്റ്സ് വേർഡ്സ്. നിൻ്റെ വാക്ക് അത്രമേൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു തൂവൽ പോലും നീ ഇവിടെ ലീവ് ചെയ്യാൻ പാടില്ല. ഹി ബിലീവ്സ് ദ റേവൻസ് മെസ്സേജ് നെവർ മോർ ഈസ് എ പെയിൻഫുൾ ലൈ. അത് കളവാണ്, അവൻ പറഞ്ഞത് കളവാണ് അല്ലേ. ഒരിക്കലും നെവർ മോർ എന്ന് പറഞ്ഞത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഞാൻ സ്വർഗത്തിലെങ്കിലും വെച്ച് ഞാൻ അവളെ കാണും. ഹിയർ ദർ ഈസ് എ സിംബോളിസം, ദ ബ്ലാക്ക് ഫെദർ ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മെമ്മറി ആൻഡ് സോറോ. ഒരു ബ്ലാക്ക് ഫെദർ പോലും നീ ഇവിടെ വെച്ചിട്ട് പോകരുതെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദർ ഈസ് എ മെറ്റഫോർ, ടോക്കൺ മീനിങ് എ സൈൻ ഓഫ് റിമൈൻഡർ. ഓക്കെ, ഒരു ടോക്കൺ എന്ന് പറയുന്ന രീതിയിൽ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞ ആ ഒരു ടോക്കൺ അത് ഇവിടെ വെച്ചിട്ട് പോകരുത് എന്ന് പറയുന്നത് എന്താണ്? ഒരു റിമൈൻഡർ ആയിട്ട് പോലും നിൻ്റെ ഒരു ബ്ലാക്ക് ഫെദർ ഇവിടെ വെക്കരുത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ലീവ് മൈ ലോൺലിനെസ് അൺബ്രോക്കൺ,
Quit the past above my door. The speaker asked the raven to leave him alone. എന്നെ ഒറ്റയ്ക്ക് വിട്ടേക്ക്, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വേദനിക്കുകയെ സങ്കടപ്പെടുകയോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഫ്ലൈ away from the statue above the door. ആ ബസ്റ്റ് ഓഫ് പലാസിൻ്റെ മേലെ നിന്ന് നീ പറന്നു പോ. ഈവൻ ദോ ഹി ഈസ് ലോൺലി, the raven's presence only makes his sorrow worse. ഞാൻ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നിന്റെ പ്രസൻസ് എന്നെ കൂടുതലായിട്ട് ആ ഒരു ഇമോഷൻ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. ഗെറ്റ് ലാസ്റ്റ് എന്ന് പറയുകയാണ്. സി, അവിടെ റെപ്പറ്റീഷൻ ഉണ്ട്, അതുപോലെ ഇമേജറി ഉണ്ട്. ലീവ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ആ ഒരു റെപ്പറ്റീഷൻ കാണാം, അതുപോലെ ഇമേജറി ഉണ്ട് അല്ലേ. ദ റേവൻ സിറ്റിംഗ് ഓൺ ദ പസ്റ്റ്, അത് ഇമേജറി ആണ്. അതുപോലെ ലീവ്, ലോൺലിനെസ്, സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സോ അലിട്രേഷൻ ഉണ്ട്. നെക്സ്റ്റ് ലൈൻ, ടേക്ക് ദൈ ബീക്ക് ഫ്രം ഔട്ട് മൈ ഹാർട്ട്, ടേക്ക് ദൈ ഫോം ഫ്രം ഓഫ് മൈ ഡോർ. ഓക്കെ, എൻ്റെ ഹൃദയത്തിൽ നിൻ്റെ ബീക്ക്, നിൻ്റെ കൊക്ക് എൻ്റെ ഹൃദയത്തിൽ കുത്തി തറച്ചിരിക്കുകയാണ്, അത് എടുത്തിട്ട് തിരിച്ചു പോ. അതുപോലെ എൻ്റെ ഡോറിൻ്റെ മേലെ നിൻ്റെ ഫോം, നിൻ്റെ രൂപം ഇരിക്കുന്നുണ്ട്, get off. Okay, so the speaker feels as if the raven's presence is piercing his heart with pain. എന്നെ തുളച്ച് എൻ്റെ ഹൃദയം വേദനിപ്പിക്കുകയാണ് നീ. സോ നിൻ്റെ വാക്കുകൾ പറയുന്ന, അല്ലെങ്കിൽ നീ നെവമോർ എന്ന് പറയുന്ന നിൻ്റെ കൊക്ക്, അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുത്തിട്ട് പോ. ഓക്കെ, and this shows the emotional suffering caused by the memory of Leno here. Okay, metaphor ഉണ്ട് ഇവിടെ. The raven's beak that is in his heart that represents the emotional pain. എത്രത്തോളം ആ കുക്ക് ആഴത്തിൽ ഹൃദയത്തിൽ തുളഞ്ഞു കയറിയോ അത്രത്തോളം ഇമോഷണൽ പെയിൻ ആണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ഹൈപ്പർബലി നമുക്കിവിടെ കാണാം, ഓവർ എക്സാജറേഷൻ അല്ലേ. അതായത് ഹൃദയത്തിൽ റേവൻ്റെ കൊക്ക് തളച്ച് തുഴഞ്ഞു കയറുക എന്ന് പറയുന്നത് അല്ലേ. എക്സാജറേഷൻ ഷോസ് ദ ഇൻറ്റൻസ് ഗ്രീഫ് ദറ്റ് ഹി ഫേസസ്. അങ്ങനെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോഴും റേവൻ എന്താ പറഞ്ഞത്? കോൾ ദ റേവൻ നെവർ മോർ. ദ റേവൻ അഗെയിൻ റിപ്ലൈസ് വിത്ത് നെവർ മോർ. ഇല്ല, ഞാൻ പോവില്ല. So this means the bird will never leave him and the speaker will remain trapped in his sorrow. Okay, ആ refrain നമുക്കിവിടെ വീണ്ടും കാണാം, never more, never more. And there is an irony, the raven refuses to leave despite the command. കമൻറ്റ് ചെയ്താൽ പോലും ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറയാണ്. Okay, now the last and final stanza. And the raven never flitting, still is sitting, still is sitting. പക്ഷേ ആട്ടി വിട്ടിട്ടും നമ്മുടെ റേവൻ ഇവിടുന്ന് പോകുന്നില്ല. ഓക്കെ, ദ റേവൻ നെവർ മൂവ്സ് അവേ ആൻഡ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ടു സിറ്റ് ദെയർ വിതൗട്ട് ഫ്ലൈയിങ്. പറക്കുന്നുമില്ല, അനങ്ങുന്നുമില്ല. സ്റ്റിൽ ഈസ് സിറ്റിംഗ് എന്ന് പറയുന്നില്ലേ. ദാറ്റ് റിപ്പീറ്റഡ് ഫ്രേസ് ഷോസ് ദ ബേർഡ്സ് പ്രസൻസ് ഈസ് പെർമനൻറ്റ് ദെയർ, അൺചേഞ്ചിങ്. ദാറ്റ് സിംബലൈസസ് ദ എൻഡ്ലെസ് സോറോ. ഓക്കെ, ഇവിടെ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു പോയറ്റിക് ഡിവൈസ് ഉണ്ട്. സ്റ്റിൽ ഈസ് സിറ്റിംഗ് അത് പറയുന്നുണ്ട്. അതുപോലെ അലിട്രേഷൻ ഉണ്ട്, സ് സൗണ്ട്, ല സൗണ്ട്, ട് സൗണ്ട്, ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഓൺ ദ പാലിഡ് ബസ്റ്റ് ഓഫ് പലാസ് ജസ്റ്റ് അബവ് മൈ ചേംബർ ഡോർ. എന്തൊക്കെ പറഞ്ഞിട്ടും ദ റേവൻ റിമെയിൻസ് പെർച്ച്ഡ് ഓൺ ദ പെയിൽ സ്റ്റാച്യു ഓഫ് പലാസ് അബവ് ദ ഡോർ. ഓക്കെ, പലാസ് ഇവിടെ അഥീനേനെയാണ്, പലാസ് അഥീനേനെയാണ്, അതായത് ഗ്രീക്ക് മിത്തോളജിയുടെ അല്യൂഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദ റേവൻ ഈസ് സിറ്റിംഗ് ഓൺ ദ സ്റ്റാച്യു. So the raven sitting on the statue that suggests the darkness and despair overpowering wisdom and reason. അയാൾക്ക് ഒരിക്കലും ഇനി റാഷണൽ തിങ്കിങ്ങിലേക്ക്, സാധാരണ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം എവിടെയാണ് റേവൻ ഇരിക്കുന്നത്? ചിന്ത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ് കപ്പാസിറ്റി ആവുന്ന പലാസിൻ്റെ മേലെയാണ് കയറിയിരിക്കുന്നത്. അതായത് അയാൾ ഒരിക്കലും ഇനി നോർമൽ ആവില്ല. അയാളെ നോർമൽ ആവാൻ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ട്, അയാളുടെ വിസ്ഡം, അതിന് മേലെയാണ് ഈ ബേർഡ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു റാഷണൽ തിങ്കിങ്ങോടുകൂടി തിരിച്ച് അയാളുടെ പഴയ അവസ്ഥയിലേക്ക് അയാൾ വരില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഹിയർ പോയറ്റിക് ഡിവൈസ് ആയിട്ടുള്ള അല്യൂഷൻ, ഒരു ഗ്രീക്ക് മിത്തോളജി പലാസ് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ലൈൻ, ആൻഡ് ഹിസ് ഐസ് ഹാവ് ഓൾ ദ സീമിംഗ് ഓഫ് എ ഡീമൺസ് ദാറ്റ് ഈസ് ഡ്രീമിംഗ്. The raven's eyes look like the eyes of a dreaming demon. Okay, and this gives the bird a sinister and supernatural appearance here. ഇവിടെ സിമിലി ഉണ്ട്. എങ്ങനെയാണ്? ഐസ് ആർ കമ്പയർഡ് ടു എ ഡീമൺസ് ഐ. ഓക്കെ, മാത്രമല്ല ഇമേജറി ഉണ്ട്, വിവിഡ് ഡിസ്ക്രിപ്ഷൻ, ഒരു വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഇൻറ്റേർണൽ റൈം നോക്കൂ, സീമിങ്, ഡ്രീമിങ്, കണ്ടില്ലേ? നെക്സ്റ്റ് ലൈൻ, ആൻഡ് ദ ലാംപ് ലൈറ്റ് ഓവർ ഹിം സ്ട്രീമിംഗ് ത്രോസ് ഹിസ് ഷാഡോ ഓൺ ദ ഫ്ലോർ. ദ ലാംപ് ഷൈനിങ് എബവ് ദ റേവൻ. സി, ഈ ഒരു ലാംപ് ലൈറ്റിൽ, അതായത് ലാംപ് ലൈറ്റ് ദാറ്റ് ഈസ് ഷൈനിങ് എബവ് ദ റേവൻ ആൻഡ് ദാറ്റ് കാസ്റ്റ്സ് ഇറ്റ്സ് ഷാഡോ ഓൺ ദ ഫ്ലോർ ആൻഡ് ദ ഷാഡോ ബിക്കംസ് എ സിമ്പിൾ ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഡെസ്പയർ ഇൻ ദ റൂം. ഒരുപാട് സിംബോളിസം ആണ് അല്ലേ, എവിടെ നോക്കിയാലും സിംബോളിസംസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇമേജറി നമുക്കിവിടെ കാണാം, വിഷ്വൽ പിക്ചർ ഓഫ് ദ ലൈറ്റ് ആൻഡ് ഷാഡോ അല്ലേ. റേവൻ്റെ മേലേക്ക് ഒരു ലൈറ്റ് വരുന്നു, ആ ലൈറ്റിൽ നിന്നും ഒരു ഷാഡോ, ഈ ഫ്ലോറിൽ റേവൻ്റെ ഷാഡോ നമുക്ക് കാണാം. ആൻഡ് ദാറ്റ് സിംബലൈസസ് ദ ഷാഡോ ആസ് സോറോ ആൻഡ് ഹോപ്പ്ലെസ്നെസ്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ, ആൻഡ് മൈ സോൾ ഫ്രം ഔട്ട് ദാറ്റ് ഷാഡോ ദാറ്റ് ലൈസ് ഫ്ലോട്ടിംഗ് ഓൺ ദ ഫ്ലോർ. ദ സ്പീക്കർ ഫീൽസ് ദാറ്റ് ഹിസ് സോൾ ഈസ് ട്രാപ്ഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ദ റേവൻ ആൻഡ് ദ ഷാഡോ സിംബലൈസസ് ഹിയർ ദ ഹെവി സാഡ്നെസ് കൺട്രോളിങ് ഹിസ് ലൈഫ്. ഇനി അങ്ങോട്ട് മുഴുവൻ ഇതാണ്.
sadness, and that sadness, heavy sadness, is going to control his life. Here there is a metaphor. Shadow is representing the grief. Okay, shadow means endana, that is directly compared to grief, eternal grief. And there is an imagery, the emotional and visual effect അല്ലേ, ആ ഒരു ഷാഡോയിനെയൊക്കെ നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Last line, shall be lifted nevermore. The speaker realizes that his soul will never rise out of this sadness. Here the final line means he will never escape his grief over and all. Okay, and see the poetic devices refrain nevermore അല്ലേ, ഫുൾ സ്റ്റാൻസയിൽ നമുക്കിത് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് സിംബലൈസസ് ദ എറ്റേണൽ ഡെസ്പയർ. ഓക്കെ, സോ ദ റേവൻ റിമെയിൻസ് ഫോർ എവർ ഓൺ ദ ബസ്റ്റ് ആൻഡ് ഇറ്റ് ഷാഡോസ് സിംബലൈസസ് ദ സ്പീക്കേഴ്സ് എൻഡ്ലെസ് സോറോ. ആൻഡ് സ്പീക്കർ കൺക്ലൂഡ്സ് ദാറ്റ് ഹിസ് സോൾ വിൽ നെവർ എസ്കേപ്പ് ദ ഡാർക്ക്നെസ് ഓഫ് ദി ഗ്രീവ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയട്രി. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ്, സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒക്കെ പഠിക്കുക. അതിൻ്റെ തീമൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാ സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. ഇനി ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എടുത്തു തരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ് അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോഴ്സ് ഫീസ് 6,000 റുപ്പീസാണ്. മന്ത്ലി 1,000 വീതം അടച്ചു തീർത്താൽ മതി. ആ 6,000 കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈഫ് ലോങ് ആക്സസ് ആയിരിക്കും. സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.